എല്ലാവർക്കും നമസ്കാരം. JRCM ഗിരീഷ് സാർ വളരെ നല്ല രീതിയിൽ തന്നെ പരിചയപ്പെടുത്തി അല്ലെ. ഇന്ന് ആദ്യമായി തന്നെ നമുക്ക് ഈ ഒരു എന്താ പറയാ RCM എന്നൊരു നന്മ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചു തന്ന നമ്മുടെ TCGയെയും പിന്നെ ഈ ഒരു ഒബീറ പെയിന്റ് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ച നമ്മുടെ TCGയുടെ മകനായിട്ടുള്ള സൗരവ് സാറിനെയും ഓർത്തുകൊണ്ട് തന്നെ എന്റെ എല്ലാ ഗുരുക്കന്മാരെയും ഓർത്തുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഗിരീഷ് സാർ വളരെ വ്യക്തമായി തന്നെ എന്നെ പരിചയപ്പെടുത്തി. എന്നാലും ഞാൻ എന്നെ പരിചയപ്പെടുത്താണ്. എന്റെ പേര് വിനിത ബിജു, ഇരിഞ്ഞാലക്കുടയാണ് വീട്, സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ ആണ്. RCM എന്നൊരു നന്മ നിറഞ്ഞ പ്രസ്ഥാനത്തിലേക്ക് എന്നെ കൊണ്ടുവന്നത് കൊമ്പിടി ഞാമക്കലിന്റെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള എമറാൾഡ് ബിജു സാറാണ്. RCM എന്നൊരു പ്രസ്ഥാനത്തിൽ ഞാൻ വരുന്നതിന് മുന്നേ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഇൻഷുറൻസ് ആൻഡ് ഗോൾഡ് വർക്ക് ആയിരുന്നു. ഇന്ന് RCM എന്നൊരു പ്രസ്ഥാനത്തിൽ ഒരു സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ ആയിപ്പോ ഒരു വരുമാനത്തിലേക്കും അതേപോലെ തന്നെ ആരോഗ്യപരമായും വളരെ സന്തോഷത്തോടു കൂടി RCM എന്നൊരു പ്രസ്ഥാനത്തിന്റെ ഒപ്പം ജീവിക്കുന്നു. ഇപ്പൊ ഗിരീഷ് സാർ പറഞ്ഞു, നമ്മളിവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത് നമുക്കറിയാലേ ഓ വീര പെയിന്റിനെ കുറിച്ചിട്ട്. ഇപ്പൊ മൂർത്തി സാറ് ഓ വീര ആ ഒരു പെയിന്റിനെ കുറിച്ചിട്ട് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ നമുക്കറിയാം ഇന്ന് ഒത്തിരി അധികം പ്രൊഡക്റ്റുകൾ നമ്മൾക്കുണ്ട് അല്ലെ, സെഗ്മെന്റുകൾ നമുക്കുണ്ട്. അതിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു സെഗ്മെന്റ് ആണ് നമ്മുടെ ഓ വീര പെയിന്റ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? നമുക്ക് ഏറ്റവും കൂടുതൽ PV ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഓ വീര പെയിന്റിൽ കൂടെ. ഒരു വീട് നമ്മൾക്ക് പെയിന്റ് അടിക്കാൻ കിട്ടിയാൽ തന്നെ ഏകദേശം ഒരു 25,000 ഒരു 30,000 PV ഒക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ശരിക്കും എല്ലാവരും ശ്രദ്ധിക്കണം ഈ ഒരു കാര്യം. കാരണം ഒരു 25,000 ബിസിനസ് ഓളിയം, ഒരു എന്താ പറയാ 30,000 ബിസിനസ് ഓളിയൊക്കെ നമ്മൾക്ക് കിട്ടണമെങ്കിൽ എത്രത്തോളം മറ്റുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ സെയിൽ ചെയ്തിട്ട് വേണം ഈ ഒരു PV നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട്. അതേസമയം നമ്മൾക്ക് ഒരു വീട് പെയിന്റ് അടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു ഓളിയം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു എന്താ പറയുക ഒരു 30,000 PVയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഈഗിൾ എന്ന ഒരു അച്ചീവ്മെന്റിലേക്ക് എത്താൻ ഒരു താമസവും ഇല്ല അല്ലെ. PV അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാം ഇവിടെ നമ്മുടെ വരുമാനമായാലും നമ്മളിവിടെ നോക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു വലിയൊരു വീടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഏകദേശം ഒരു 40,000 PV ഒക്കെ നമുക്ക് കിട്ടും, അതിന് മേലേക്കും കിട്ടും. അപ്പൊ നമുക്ക് എന്താണ് ഒരു റണ്ണർ അച്ചീവ്മെന്റിലേക്കൊക്കെ എത്താനായിട്ട് ഒരു പ്രയാസവും ഇല്ല. അപ്പൊ അത്രയധികം വോളിയം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ഒരു സെഗ്മെന്റ് തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ഒവീര എന്നൊരു സെഗ്മെന്റ്. നമ്മുടെ സഫിയർ മൂർത്തി സാർ പറയും, ഒരു തട്ടില് ഒവീര പെയിന്റും മറുതട്ടില് നമ്മുടെ ആസ്മിന് മറ്റുള്ള ഉൽപ്പന്നങ്ങളെല്ലാം വെച്ച് കഴിഞ്ഞാലും നമ്മുടെ പെയിന്റിന്റെ തട്ട് താന്ന് തന്നെ ഇരിക്കും എന്ന് പറയും. കാരണം എന്താ? അത്രയ്ക്ക് ക്വാണ്ടിറ്റി ഉണ്ടെന്നാ പറയണേ. അത്രയും ഒരു എന്താ പറയണേ നമ്മളിലേക്ക് എത്തിക്കുന്ന ആ ഒരു ഒവീറ പെയിന്റ് എന്ന് പറയുന്നത്. ഇന്ന് നമുക്കറിയാം ഈ ഒരു ഒവീറ പെയിന്റിനെ കുറിച്ച് നമ്മൾ ഈ ഒരു ടൈമില് കാരണം ഏകദേശം ഇപ്പോ മഴക്കാലം തുടങ്ങിയില്ലേ. മഴക്കാലം തുടങ്ങുമ്പോൾ നമുക്കറിയാം പെയിന്റ് മേഖലയിലുള്ളവർക്കൊക്കെ വർക്ക് ചെറിയ രീതിയിൽ കുറയുന്നുള്ളത്. ഇപ്പൊ ഈ അടുത്തിടെ ഞാൻ കോട്ടപ്പടിയിൽ ഒരു ക്ലാസ് നടത്തിയപ്പോ അവിടെ ഒരു ഏകദേശം ഒരു 14 പെയിന്റേഴ്സുകൾ പങ്കെടുത്തു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, എങ്ങനെയുണ്ട് വർഷക്കാലം വരുമ്പോ നിങ്ങളുടെ വർക്കൊക്കെ? അപ്പൊ അവര് പറഞ്ഞു, കുറവാണ്, എന്നിരുന്നാലും ഉള്ളിലൊക്കെ അടിക്കാനായിട്ട് കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ ആ ഉള്ളിലടിക്കുന്ന വർക്കാണ് വർഷക്കാലത്ത് ഏറ്റവും കൂടുതൽ നടക്കുള്ളൂ അല്ലെ. പക്ഷെ നമുക്ക് ശരിക്കും അനുയോജ്യമായ ഒരു കാലഘട്ടം ഉണ്ട്. ഒരു ജനുവരി മുതൽ നമുക്ക് ഉത്സവങ്ങൾ സ്റ്റാർട്ട് ചെയ്യും അല്ലെ. ഒരു മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ വളരെ നല്ലൊരു വർക്ക് കിട്ടുന്ന ഒരു ടൈമാണ്. എന്താണ്? ഉത്സവങ്ങളുടെയും പൂരങ്ങളുടെയും കാലഘട്ടം, കല്യാണങ്ങളുടെയും ഒക്കെ ഒരു സമയമാണ് ആ ഒരു ഏപ്രിൽ, അതേപോലെ തന്നെ മെയ് ജൂൺ എന്നൊക്കെ മെയ് മാസം എന്നൊക്കെ പറയണത് ജനുവരി മുതൽ. അപ്പൊ വേനൽക്കാലത്താണ് ഏറ്റവും കൂടുതൽ പെയിന്റ് അടിക്കാൻ നമുക്ക് വർക്ക് കിട്ടാനും നമുക്ക് പെയിന്റ് പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഉള്ള ഏറ്റവും കൂടുതൽ നമുക്കുള്ള സാധ്യതകൾ. പക്ഷെ എന്നിരുന്നാലും ഞാൻ ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും അതിലേക്ക് അധികം എത്തിപ്പെടാണ്ടിരിക്കാനുള്ള ഒരു മെയിൻ കാരണം, എത്തിപ്പെടുന്നില്ല. കാരണം എന്താണ്? നമുക്ക് ഈ പെയിന്റിനെ കുറിച്ചിട്ടുള്ള അറിവില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഒട്ടനവധി പെയിന്റേഴ്സുകൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ, ഒരുപാട് പെയിന്റർമാരുണ്ട്, കോൺട്രാക്ടർമാർ. അപ്പൊ പെയിന്റേഴ്സുകൾ നമ്മൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്കണോമിക്കലി, അതായത് നമ്മൾക്ക് ഇവിടെ പൈസ ലാഭം അല്ലെ. നമ്മുടെ ഈ ഒരു PV നമ്മുടെ ഈ ഒരു പെയിന്റ് എടുത്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എന്താണ് ഇവിടെ ഒരു പൈസ ലാഭം ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് എന്താണ് ജനം കൊടുക്കാനുള്ള ആരോഗ്യം. ഇന്ന് ആ ഒരു ആരോഗ്യം, ആ ഒരു വരുമാനം നമ്മൾക്ക് ഈ ഒരു പെയിന്റിൽ കൂടെ നമ്മൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്.
കാരണം എങ്ങനെയാണ് പുറമേയുള്ളൊരു പെയിന്റ് ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ നമ്മൾക്ക് പറയാവുന്ന എന്താണ് ലെഡ് മെർക്കുറി, അതേപോലെ തന്നെ നമ്മൾക്ക് ഈ പറയുന്ന VOC കണ്ടന്റുകൾ, സ്മെല്ലിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹെവി മെറ്റൽസ്, ഇതൊക്കെ നമ്മൾക്ക് പുറമേയുള്ള പെയിന്റിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പെയിന്റ് മേടിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ ഇപ്പൊ ഒരു പെയിന്റ് അടിക്കാന്ന് വിചാരിക്കുക, നമുക്കറിയാലേ സ്മെല്ലിന് വേണ്ടി ചേർക്കുന്നതാണ് VOC എന്നുള്ളത്. അപ്പൊ ആ ഒരു പെയിന്റ് അടിക്കുന്ന സമയത്ത് ആ ഒരു വീട്ടിൽ ഭയങ്കര സ്മെല്ലായിരിക്കും അല്ല, ആ വീട് പെയിന്റ് അടിച്ച് കഴിയുന്ന വരെ ഭയങ്കര സ്മെല്ലായിരിക്കും. ഈ ഒരു സ്മെല്ല് ശ്വസിച്ചിട്ടാണ് ഇപ്പൊ അവിടെ ഒരു വയസ്സായ ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് എന്താണ് ഇത് ശ്വസിച്ചിട്ട് ഈ ശ്വാസതടസ്സം, ഇങ്ങനെ ആസ്മ അങ്ങനെയുള്ള പോലുള്ള ആളുകൾക്കൊന്നും ഒട്ടും ആ ഒരു വീട്ടിൽ നിൽക്കാനായിട്ട് സാധിക്കില്ല. അത്രയ്ക്കുണ്ട് അതിൻ്റെ ഒരു പോയിറ്റ്സ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ പെയിന്റേഴ്സിന്റെ കാര്യം ഒന്ന് എടുത്തു നോക്കാം. പെയിന്റേഴ്സിന് അവർ അത്രയധികം തൊട്ടടുത്ത് നിന്നിട്ടാണ് ഈ ഒരു പെയിന്റ് അവർ പെയിന്റിങ് മേലല്ല അവർ പെയിന്റ് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ അവർ ശ്വസിക്കുകയാണ്, ഈ ഒരു പെയിന്റ് അവർ ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ മെല്ലെ മെല്ലെ എന്താണ് ഈ ഒരു പോയിസൺ അവരുടെ ഉള്ളിലേക്ക് കടന്നുകൂടാണ്. അതുപോലെ തന്നെ എന്താണ് ആ ഒരു വീട്ടിൽ പെയിന്റ് അടിക്കുന്ന സമയത്ത് ആ വീട്ടിലന്ന് നമ്മൾ കയറി താമസിക്കുന്ന സമയത്ത് നമുക്കറിയാം കുറച്ച് ദിവസം അവിടെ ആ ഒരു സ്മെല്ല് അവിടെ നീണ്ടു നിൽക്കും. ആ സമയത്ത് ഈ ഒരു ചെറിയ തോതിലുള്ള ഈ ഒരു പോയിസൺ ചെറിയ തോതിലേക്ക് നമ്മളുടെ ഒക്കെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അത് ആരും അറിയുന്നില്ല. കുറെ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇതിന്റെ ഒക്കെ ഒരു സൈഡ് എഫക്റ്റ്, അതായത് ശ്വാസതടസ്സം, ആസ്മ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരെ പെയിന്റേഴ്സിനെയൊക്കെ സംബന്ധിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നത് ഇതിന്റെ മൂല കാരണങ്ങൾ നമ്മൾ അന്വേഷിച്ച് എവിടെയും പോകുന്നില്ല. സത്യത്തിൽ ഇതൊക്കെ ഇതിനൊരു കാരണമാണ്. ഇന്നത് ആരും ഒന്ന് തിരിച്ചറിയണില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും ഒരു മാരകമായിട്ടുള്ള ഒരു എന്താ പറയണ ഈ ഒരു മെർക്കുറി, ലെഡ്, ഇതുപോലുള്ള VOC ഇതൊക്കെ ഉള്ള പെയിന്റ് നമ്മൾ അടിക്കുമ്പോൾ ഒരുപാട് അസുഖങ്ങൾ ഈ പെയിന്റേഴ്സിനായാലും വീട്ടുകാർക്കായാലും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു പറയുന്ന കാര്യമാണോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു വളരെ സത്യമാണ്. അപ്പൊ നിങ്ങളുടെ പരിചയത്തിൽ അങ്ങനെ ഉണ്ടോ, പെയിന്റേഴ്സുകൾ ഉണ്ടോ അങ്ങനെ അസുഖമൊക്കെ വന്നിട്ട്? അപ്പൊ ഏകദേശം അവർക്ക് അറിയില്ല, ഒരു 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷമൊക്കെ ആയിരിക്കും അവർക്ക് ഈ ഒരു അസുഖത്തിന്റെ, ഒരു 40 വയസ്സ് കഴിഞ്ഞാലായിരിക്കും ഈ ഒരു അസുഖത്തിന്റെ ആരംഭങ്ങൾ അവർക്ക് വന്നു തുടങ്ങാം. ചില ആളുകൾ ആ പെയിന്റിങ് തുടങ്ങുന്ന ആ ഒരു അവസരത്തിൽ തന്നെ അത് അവിടെ വെച്ചിട്ട് അവസാനിപ്പിച്ചു പോകും. അപ്പൊ അത്ര അധികം ദോഷങ്ങൾ നമ്മൾക്ക് ആ ഒരു പെയിന്റ് ശ്വസിക്കുന്നതിൽ കൂടെ നമ്മൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മൾ കൃത്യമായ ഒരു രീതിയിൽ ഒരു പെയിന്റേഴ്സിന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് ഇത് കൃത്യമായിട്ട് അവർക്ക് അറിയില്ല. ഈ വീര പെയിന്റിനെ കുറിച്ചിട്ട് നമ്മളാണ് പഠിക്കുന്നത് അല്ലെ, നമ്മൾക്കേ അറിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം, നല്ല രീതിയിലായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്കറിയാം ഒരു പെയിന്റിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആവാനായിട്ട് നമ്മളൊന്ന് ആലോചിക്കുക. പുറമേയുള്ള ഒരു പെയിന്റ് മേഖല, അതായത് ബിർള പോലെയുള്ള ഒരു കമ്പനിക്ക് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് ഒരു പെയിന്റിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആവുന്നത് അല്ലെ. ഏകദേശം ഒരു പെയിന്റിന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആവണമെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു 35 ലക്ഷത്തോളൊക്കെ വേണം. അതേ സമയത്ത് നമ്മളൊന്ന് ചിന്തിക്കുക, ഒരു 2000 രൂപയുടെ ഒരു കൺസ്യൂമർ കാർഡിൽ കൂടെ ഒരു അസോസിയേറ്റ് ബയ്യറായി വന്നാൽ പോലും നമ്മൾക്ക് ഇവിടെ പെയിന്റിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആവാനായിട്ട് സാധിക്കും. ഇന്ന് ആരാണ് അത് ഓർക്കുന്നത്? കാരണം ഈ ബിർള പോലെയുള്ള കമ്പനികളായിക്കോട്ടെ, ഏഷ്യൻ പോലുള്ള കമ്പനികളായിക്കോട്ടെ, അവരുടെയൊക്കെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചാളുകളെ ഉണ്ടാവുള്ളൂ. നമ്മുടെ ആസിയ മേഖലയിൽ 2000 രൂപയുടെ കൺസ്യൂമർ കാർഡ് എടുത്തിരുന്ന ഏകദേശം 5 കോടിയിലധികം 5 കോടിയിലധികം ജനങ്ങളിലേക്ക് ഈ ഒരു ഇത് എത്തിക്കുന്നുണ്ട്. അപ്പൊ എത്ര അധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മുടെ ഈ ആസിയൻ മേഖലയിൽ കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ ആരാണ് ഇതിനെ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുന്നത്? അപ്പൊ ഏറ്റവും കൂടുതൽ സാധ്യത ഈ ഓവിയർ പെയിന്റിന് ഏറ്റവും കൂടുതൽ സാധ്യത ആർക്കാണ്? പ്രൊമോട്ട് ചെയ്യാനുള്ള സാധ്യത ആർക്കാണ്? മറ്റുള്ള മേഖലയിൽ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഏറ്റവും കൂടുതൽ സാധ്യത ആർക്കാണ്? നമ്മൾക്കാണ് അല്ലെ. അപ്പൊ ഏറ്റവും വലിയൊരു സാധ്യത നമ്മളുടെ കയ്യിലുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ രക്ഷപ്പെടണം അല്ലെ. രക്ഷപ്പെടാനായിട്ട് എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് RCM എന്നൊരു പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോ ഇവിടെ നമ്മൾക്ക് എന്താണ് ആ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ PV ആണ് ഇവിടെ നോക്കുന്നത്. എല്ലാവരും വരുമാനമാണ് എല്ലാവരുടെ ലക്ഷ്യം. ആരോഗ്യം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടും. നമ്മുടെ എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് ആരോഗ്യദായകം തന്നെയാണ്, പെയിന്റ് ഉൾപ്പെടെ. അപ്പൊ അത്തരത്തിലുള്ള മാരകമായിട്ടുള്ള VOC, ലെഡ് മെർക്കുറി പോലെയുള്ള കണ്ടന്റ് ഒന്നും ഇന്ന് ഈ ഒരു ഒവിയർ പെയിന്റിൽ ഇല്ലെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ പെയിന്റ് ധൈര്യമായിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒവിയർ പെയിന്റ് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ RCMത്തിന്റെ ഒരു മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കാനായിട്ട്
വരുന്ന കാലഘട്ടത്തിൽ സാധിക്കുമെന്നുള്ള ഒരു കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അതിന് നമ്മൾ എന്ത് വേണം? രണ്ട് കാര്യങ്ങൾ നമ്മൾക്ക് അത്യാവശ്യമാണ്. ഒന്ന് നമ്മൾക്ക് പ്രൊഡക്റ്റ് നോളജ്, രണ്ട് നമ്മൾക്ക് സിസ്റ്റം. ഇത് രണ്ടും നമ്മൾ പഠിക്കണം. ഈ പ്രൊഡക്റ്റ് നോളജ് നമ്മളിൽ ഇല്ലാത്തതാണ് മെയിൻ ആയിട്ട് ഈ ഒബീറ പെയിന്റ് അധികം പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കാത്തത്. അപ്പൊ നമ്മൾക്ക് എന്താണ് നമ്മളുടെ ഒബീറ പെയിന്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഒരു PPT പ്രസന്റേഷനിൽ കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ എല്ലാവരും ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഇൻട്രൊഡക്ഷൻ നമുക്കൊന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ഒബീറ പെയിന്റ് വന്നത്? അതായത് നമ്മളെ എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാനും പ്രകൃതിയെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മൾ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാനാണ് ആ ഒരു ഇന്നോവേഷൻ എടുത്തിട്ടാണ് ഒബീറ പെയിന്റ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് ഈ ഒരു ഒബീറ പെയിന്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആവും. അതുപോലെ കുക്ക് ഡ്രൈനിങ് ആണ് പറഞ്ഞത്, കുക്കായിട്ട് ഡ്രൈ ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ഏകദേശം ഒരു 30 മിനിറ്റ് ആണ് നമുക്ക് ഡ്രൈ ചെയ്യാൻ എടുക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫംഗസിനെയും സ്റ്റെയിനെയും നമുക്ക് റെസിസ്റ്റ് ചെയ്യാനുള്ള ടെക്നോളജി ഇതിലുണ്ട്. ഈസി വാഷബിലിറ്റി ആണ്. വർഷങ്ങളോളം നമ്മുടെ ചുമരിനെ ഫ്രഷ് ആയിട്ട് നിലനിർത്താനായിട്ട് സഹായിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഇന്നോവേഷൻ അവർ ചെയ്തിരിക്കുന്നത്. നന്നായി ഉണങ്ങും. ഞാൻ പറഞ്ഞു നേരത്തെ 30 മിനിറ്റ് മതി നമുക്ക് പറഞ്ഞിരിക്കുന്നത്. മാർക്കറ്റിൽ ഒരു വാഷബിൾ പെയിന്റിന് ഏകദേശം ഒരു 8000-ന് മേലെ, ഏകദേശം ഒരു 8000-10,000 രൂപയാണ് ഒരു വാഷബിൾ പെയിന്റിന് നമുക്ക് വരുന്നത്. അതേസമയം നമ്മൾക്ക് ഇവിടെ ഏറ്റവും കുറഞ്ഞ പെയിന്റ് മുതൽ നമുക്ക് ഇവിടെ വാഷബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു കസ്റ്റമേഴ്സിന്റെ നീഡ് അനുസരിച്ചിട്ട് നമ്മൾക്ക് ലക്സറി എമൽഷൻ ആയിക്കോട്ടെ, വില കുറഞ്ഞതോ കൂടിയതും ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്കൊരു കസ്റ്റമറുടെ ഒരു നീഡ് അനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് ഇവിടെ സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കാം ഇതിന്റെ ഒരു ഡ്യൂറബിലിറ്റി, അതായത് ലോങ് ലാസ്റ്റിക് ബ്യൂട്ടി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പെയിന്റിൽ 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് പുട്ടി, ഒന്ന് പ്രൈമർ, ഒന്ന് പെയിന്റ്. എന്താണ് പുട്ടി? പോളിമർ പുട്ടി. എന്താണ് നമുക്ക് പുട്ടി എന്ന് പറയുന്നത്? നമ്മൾ വീടൊക്കെ പണിത് കഴിഞ്ഞ് തേപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു ഫിനിഷിങ് കിട്ടാൻ അതിന് പുട്ടിയാണ് നമ്മൾ ഇടുന്നത്, ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട്. പെയിന്റേഴ്സോട് ഞാൻ ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, ഒരു വീട് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എന്താണ് അടിക്കുക എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വൈറ്റ് സിമെന്റ് ആണ് ഞങ്ങൾ അടിക്കുക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ചിലർ പുട്ടി യൂസ് ചെയ്യുന്നത്. പുതിയൊരു വീട്ടിൽ പിന്നെ പുട്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഈ പുട്ടി ഈ പുട്ടി അടിക്കാനായിട്ട്, അതായത് നമുക്ക് ആ ഒരു ചുമരിനെ വീടിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും അതേപോലെ നല്ല നല്ല ഫിനിഷിങ് കിട്ടാനും അതേപോലെ നമ്മൾക്ക് കുറെയൊക്കെ ഇങ്ങനെ ക്രാഷസ് നമുക്കറിയാം അല്ലെ, കുണ്ടും കുഴികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നികത്താൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ പുട്ടി നമ്മൾക്ക് യൂസ് ചെയ്യാം. സാധാരണ പുട്ടിക്ക് ഒത്തിരി കോസ്റ്റ് ആയതുകൊണ്ട് തന്നെ, പുട്ടിക്ക് കുറച്ച് കോസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്താ പറയാ, ചിലര് പുട്ടി അടിക്കാതെ തന്നെ പ്രൈമർ അടിച്ചിട്ട് എമൽഷൻ അടിക്കുന്ന ആളുകളുണ്ട്. പുട്ടി അടിക്കാതെ പ്രൈമർ അടിച്ചിട്ട് എമൽഷൻ അടിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മളൊരു പുതിയ വീടാണ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ അവിടെ പുട്ടി അടിക്കണം. പുട്ടി അടിച്ചതിന് ശേഷമാണ് നമ്മളവിടെ പ്രൈമർ കൊടുക്കാൻ പാടുള്ളൂ. കാരണം എന്നാലാണ് നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഫിനിഷിങ് അവിടെ വരുത്തുള്ളൂ. അതുപോലെ തന്നെ പ്രൈമറിനും അതിൻ്റെതായ ഒരു എന്താ പറയാ, ചുമരില് ചെറിയ ചെറിയ സ്ക്രാച്ച് വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹോളുകളൊക്കെ അടയ്ക്കാനായിട്ട് നമ്മുടെ പ്രൈമറിന് സാധിക്കും. അപ്പൊ ചെറിയ രീതിയിലുള്ള ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പ്രൈമർ അടിച്ചാൽ മതി. അപ്പോ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രൈമർ അടിക്കാതെ ഒരു കാരണവശാലും നമ്മൾ എന്താണ് എമൽഷൻ അടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ഈ എമൽഷനെ ചുമരിൽ പിടിച്ചു നിർത്തുന്നതാണ് ഈ പറയുന്ന പ്രൈമർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് വേണം? പ്രൈമർ അടിച്ചിട്ട് വേണം നമ്മൾ എമൽഷൻ കൊടുക്കാനായിട്ട്. ഇപ്പോ റീപെയിന്റിംഗ് ഒക്കെ നടത്തുന്ന വീടുകളൊക്കെ ഉണ്ടാവും. റീപെയിന്റിംഗ് നടത്തുന്ന വീടുകളിൽ ഇപ്പൊ വേറെ പെയിന്റ് ആയിരിക്കും ആളുകൾ അടിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ പെയിന്റ് അടിച്ചു കൊടുത്ത് അവരെന്താണ് വീണ്ടും വേറൊരു പെയിന്റ് കൊണ്ടുപോയി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മളുടെ ഈ ഒരു പെയിന്റ് കൊണ്ടുപോയി അടിച്ചാൽ റിസൾട്ട് വരില്ല. അവിടെ എന്താണ് കഴുകി വൃത്തിയാക്കി അതേപോലെ തന്നെ ഈ ഒരു പ്രൈമർ അടിച്ചു കൊടുത്തിട്ട് വേണം ഈ പറയുന്ന എമൽഷൻ അവിടെ അടിക്കാനായിട്ട്. അപ്പോഴാണ് അവിടെ ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ആ ഒരു പെയിന്റിനെ ആ ചുമരിലേക്ക് പിടിച്ചു നിർത്താനായിട്ടാണ് നമ്മുടെ പ്രൈമർ നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് എന്താണെന്ന് നോക്കാം. നമ്മുടെ പ്രൈമർ 2 രീതിയിലുള്ള പ്രൈമർ നമ്മൾക്ക് ഇവിടെ ഉണ്ട്. ഒന്നാണ് വാൾസെറ്റ് പ്രൈമർ.
എന്താണ് വാൾസെറ്റ്? രണ്ടാമത്തേതാണ് നമുക്ക് പ്രൈം പ്ലസ് പ്രൈമർ എന്ന് പറയും. അപ്പൊ വാൾസെറ്റ് പ്രൈമർ നമുക്ക് എന്താണെന്ന് നോക്കാം. വാൾസെറ്റ് പ്രൈമർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായി ഒട്ടിപ്പിടിക്കാനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ നമുക്ക് ഫീലിംഗ് ആൻഡ് ഫ്ലാക്കിംഗ് ആയിട്ട്, അതായത് ചുമരിൽ പൊളിഞ്ഞു പോകുന്നതൊക്കെ തടയാനായിട്ട്, ഇപ്പൊ നേരത്തെ കാണിച്ചു ഗിരി സാർ, അതേപോലെ പൊളിഞ്ഞു പോകുന്നതൊക്കെ തടയാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ മാക്സിമം സമയം അതിന്റെ ഡ്യൂറബിലിറ്റി, കാലാവധി കിട്ടാനായിട്ട് അത് സഹായിക്കുന്ന രീതിയിലാണ് ഈ ഒരു പെയിന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചെറിയ ചെറിയ സുഷിരങ്ങൾ ഫിനിഷ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ അടിക്കാനുമായിട്ടാണ് നമ്മളുടെ ഈ ഒരു വാൾസെറ്റ് പ്രൈമർ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് വെള്ളം മിക്സ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ എങ്ങനെയാണ് നമുക്ക് വെള്ളം മിക്സ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനെയാണ് നമ്മൾ ടെക്നിക്കൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. നമ്മൾ ഡൈല്യൂട്ട് ചെയ്യേണ്ട ഒരു വിധാണ് 30% വാട്ടർ നമുക്ക് 30 to 40% വാട്ടർ നമ്മൾക്ക് അതിൽ ഉപയോഗിക്കാം. ഒരു 30 to 40% വാട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 10 ലിറ്റർ ഇപ്പൊ ഒരു പ്രൈമർ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3-4 ലിറ്റർ വരെ നമുക്ക് അതിൽ വെള്ളം ഒഴിക്കാം. അതുപോലെ തന്നെ ഒരു 20 ലിറ്റർ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൽ 6-8 ലിറ്റർ വരെ നമുക്ക് അതിൽ വെള്ളം ഒഴിക്കാന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇതിന്റെ കവറേജ് വരുന്നത് 100 മുതൽ 110 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ കവറേജ് വരുന്നത്. അതുപോലെ നല്ലൊരു സ്മൂത്ത്, ഇവിടെ വന്നിട്ടുണ്ട് ഒരു നല്ല സ്മൂത്ത് ഏരിയയില് നമ്മൾക്ക് ഈ ഒരു കവറേജ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്ക്രാക്സും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് നല്ലൊരു സ്മൂത്ത് ഏരിയയിലാണ് നമ്മൾക്ക് ഈ പറയുന്ന കവറേജ് നമ്മൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ നല്ലൊരു എന്താ പറയാ, അതിന്റെ പാക്കേജിങ് എന്ന് പറയുന്നത് നമുക്ക് 1 ലിറ്റർ, 4 ലിറ്റർ, 10 ലിറ്റർ, 20 ലിറ്റർ ആണ് ഈ വരുന്ന പെയിന്റിന്റെ ഒരു പാക്കേജിങ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രൊഡക്റ്റിന്റെ ടിന്നിന്റെ ഒരു കാലാവധിയാണ് 36 മാസം എന്ന് പറയുന്നത്. 36 മാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 വർഷമാണ്. ഇപ്പൊ ഇതാണ് നമ്മളുടെ വാൾസെറ്റ് പ്രൈമർ എന്ന് പറയുന്നത്. അടുത്തൊരു പ്രൈമർ ആണ് നമ്മളുടെ പ്രൈം പ്ലസ് എന്ന് പറയുന്നത്. ഇത് വാൾ ബേസ് കോട്ടാണ്. നമ്മുടെ ഇപ്പോ എന്താ പറയാ, വാൾസെറ്റ് പ്രൈമർ ആയിക്കോട്ടെ, ഈ പറയുന്ന പ്രൈം പ്ലസ് ആയിക്കോട്ടെ, നമുക്കറിയാം ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ആണ്, ഉള്ളിലും അകത്തും പുറത്തും അടിക്കാവുന്നതാണ്. ഇതൊരു ഹൈ ക്വാളിറ്റി ആണ്, ഹൈ ക്വാളിറ്റി പ്രൈമർ ആണ്, വാട്ടർ ബേസ്ഡ് ആണ്. അതേപോലെ തന്നെ നമ്മൾക്ക് നല്ലൊരു സർഫസ് നമുക്ക് ഇവിടെ കിട്ടും. അതേപോലെ തന്നെ ഈ പറയുന്ന ഫീല്, അതായത് ഈ പാച്ചസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഫില്ല് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല അഡീഷണൽ, ഇപ്പൊ നമ്മുടെ വാൾസെറ്റ് പ്രൈമർ ആയിക്കോട്ടെ, പ്രൈം പ്ലസ് പ്രൈമർ ആയിക്കോട്ടെ, നല്ലൊരു അഡീഷണൽ നന്നായി ഒട്ടിപ്പിടിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇത് നമ്മൾക്ക് എന്താണ്, ടോപ്പ് കോട്ടാണ്, അതായത് നല്ലൊരു ഫിനിഷിംഗ് കോട്ടായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് പാസ്റ്റഡ് സർഫസ് ആണ്. അപ്പൊ ഇത് നമ്മൾക്ക് എന്താണ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ, ഇത് നമുക്ക് പുറമേക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതെന്തിനാണ് നമുക്ക് ഈ അറിയാം, കോൺക്രീറ്റ് ആ ഒരു ഇതിലേക്കൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു വാൾസെറ്റ് പുട്ടി നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മളുടെ രണ്ട് രീതിയിലുള്ള ബേസിക് ആയിട്ട് രണ്ട് രീതിയിലുള്ള നമ്മളുടെ പ്രൈമർ എന്ന് പറയുന്നത്. ഇനി പ്രൈം പ്ലസിന്റെ നമുക്ക് ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. മാക്സിമം റേഷ്യോ അതിന്റെ ഡൈല്യൂട്ട് ചെയ്യുന്നത് 40 to 50% ഇതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് അല്ലെ, ക്ലീൻ വാട്ടർ എന്ന് എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ക്ലീൻ വാട്ടർ എന്ന് പറയുന്നത്? നമുക്ക് പറയാം, വെള്ളം നല്ല രീതിയിലല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബ്ലീച്ചിങ് പൗഡർ ഒക്കെ കലർന്നിട്ടുള്ള വെള്ളമായിരിക്കും, അങ്ങനെ വെള്ളം നല്ല ശുദ്ധമായ വെള്ളമല്ല എങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒരു കവറേജ് ഒന്നും അതിന് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഡൈല്യൂട്ട് അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ ഏതും നല്ല രീതിയിലേക്ക് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യണം, എന്നാലാണ് ഈ പറയുന്ന റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇതിന്റെ ഒരു കവറേജ് വരുന്നത് 100 മുതൽ 110 സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് ഇതിന്റെ കവറേജ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്മൂത്ത് സർഫസ് ആണ് അല്ലെ. അപ്പൊ നല്ലൊരു സ്മൂത്ത് സർഫസ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കാം, എന്താണോ കമ്പനി നമ്മളോട് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ക്ലീൻ വാട്ടർ, അതേപോലെ തന്നെ നല്ല രീതിയിലേക്ക് ഡൈല്യൂട്ട് ചെയ്യുക, അതുപോലെ ക്രാഷസും കാര്യങ്ങളും ഒന്നില്ലാത്ത രീതിയിലുള്ള സ്ഥലത്ത് മാത്രം അടിക്കുമ്പോഴാണ് ഈ പറയുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇതിന്റെ പാക്കേജിങ് പറയുന്നത് 1 ലിറ്റർ, 4 ലിറ്റർ, 10 ലിറ്റർ, 20 ലിറ്റർ ആണ്. ഇതിന്റെ സർഫസ് ഡ്രെയിൻ ടൈം എന്ന് പറയുന്നത് 30 മിനിറ്റ് ആണ്. 30 മിനിറ്റ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ എന്താ പറയാ, പ്രൊഡക്റ്റിന്റെ ടിന്നിന്റെ കാലാവധി വരുന്നത് 24 മാസമാണ്. നേരത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ വാൾസെറ്റ് എത്രയാണ്, 36 മാസം, 3 വർഷമാണ്. ഇതിന് നമുക്ക് 24 മാസമാണ്, അതായത് 2 വർഷമാണ്. ഇതാണ് നമ്മളുടെ രണ്ട് രീതിയിലുള്ള പ്രൈമർ. ഇനി നമുക്ക് എന്താണ് പെയിന്റ് എന്ന് നോക്കാം. അതിൽ നമ്മളുടെ
ഏറ്റവും കുറഞ്ഞ ഒരു പെയിന്റ് ആണ്, റേറ്റ് ഒരു കുറഞ്ഞൊരു പെയിന്റ് ആണ് നമ്മൾക്ക് എന്താ റീഗൽ എന്ന് പറയുന്ന പെയിന്റ്. ഇത് നമ്മൾക്ക് ഇന്റീരിയൽ ആണ്, എക്സ്റ്റീരിയൽ ആണ്. അതുപോലെ തന്നെ കുറഞ്ഞ പെയിന്റ് എന്ന് പറഞ്ഞാലും ക്വാളിറ്റിയിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ക്വാളിറ്റിയിൽ യാതൊരു വ്യത്യാസം നമ്മൾക്കില്ല. ക്വാളിറ്റി അതേപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. പക്ഷെ റേറ്റ് കുറവാണെങ്കിലും ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ്. ഇപ്പോ ഞാൻ പെയിന്റേഴ്സുകൾ ഇതൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അവരോടൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ പറയും നല്ല റിസൾട്ട് ആണ്, അതായത് റീഗലൊക്കെ അടിച്ചിട്ട് വളരെ നല്ല റിസൾട്ട് ആണെന്നാണ് അവർ പറയാറ്. അതുപോലെ തന്നെ നമുക്കിവിടെ ലെഡ് ഫ്രീ ആണ് അല്ലെ. ഈ ഒരു പെയിന്റിൽ നമുക്ക് എന്താണ് ലെഡ് ഫ്രീ ആണ്, മാറ്റ് ഫിനിഷ് ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഇവിടെ ഒരു ഫംഗസിനെയും അതുപോലെ തന്നെ ആൽക്കെ ആന്റി ഫംഗലിനൊക്കെ നമ്മൾക്ക് ഇവിടെ തടയാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രൈറ്റ് UV ടെക്നോളജിയാണ് ഇതിൽ ഉള്ളത്. അതായത് നമ്മുടെ ഈ സൺലൈറ്റിൽ നിന്നിട്ടൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ടെക്നോളജിയാണ് ഇതിൽ അവര് കൊടുത്തിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ടെക്നോളജി നമുക്ക് ഈ ഒരു പെയിന്റിൽ ഉണ്ട് എന്നുള്ളതാണ്. ആന്റി ഫീൽ ഫോർമുല, അതായത് ആന്റി ഫീൽ ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്താ പറയാ പൊളിഞ്ഞു പോരാ, ഇങ്ങനെ ചുമര് വെള്ളമായിട്ട് കാണാൻ ഇങ്ങനെ പൊളിഞ്ഞു പോരാ, അങ്ങനെയുള്ളതിനൊക്കെ തടയാനായിട്ട് ഏറ്റവും കൂടുതലായി ഒരു പാച്ചസ് തടയാനാക്കി ഏറ്റവും കൂടുതൽ ഇത് സഹായിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ റീഗൽ എന്ന് പറയുന്ന പെയിന്റ്. ഇനി ഇതിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് നോക്കാം. ഇതിനെ മാക്സിമം റേഷ്യോ എന്ന് പറയുന്ന ഒരു ഡൈല്യൂട്ട് ചെയ്യുന്നത് 40% തൊട്ട് 50% വാട്ടർ ആണ് ഇതിൽ ഉപയോഗിക്കേണ്ടത്. ഏകദേശം കവറേജ് നമുക്ക് ഇവിടെ വരുന്നത് 90 തൊട്ട് 110 സ്ക്വയർ ഫീറ്റ് ആണ് നമുക്കിവിടെ ഇതിന്റെ കവറേജ്, ഏരിയ കവറേജ് കേട്ടോ. കവറേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏരിയ കവറേജ് ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് സ്മൂത്ത് സർഫസ്. ഇതിൽ ഏകദേശം എന്താ 1500-ലധികം എന്താണ് ഷെയ്ഡുകൾ ഉണ്ടെന്ന് പറയുന്നത്, കളറുകൾ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പാക്കേജിങ് 1 ലിറ്റർ, 4 ലിറ്റർ, 10 ലിറ്റർ, 20 ലിറ്റർ നമുക്ക് വരുന്നുണ്ട്. ഇതിന്റെ ഡ്രൈ ടൈം എന്ന് പറയുന്നത് 30 മിനിറ്റ് ആണ്. പിന്നെ റീകോട്ടിങ്, നമ്മൾ ഏതൊരു പെയിന്റ് അടിക്കുകയാണെങ്കിലും എപ്പോഴും ശ്രദ്ധിക്കുക, റീകോട്ടിങ് ടൈം എന്ന് പറയുന്നത് 4 തൊട്ട് 6 മണിക്കൂറിനുള്ളിൽ, അതായത് ഇത്രയും സമയം കഴിഞ്ഞിട്ട് വേണം നമ്മൾ രണ്ടാമത്തെ ഒരു റീകോട്ടിങ് നമുക്ക് അടിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഡ്യൂറബിലിറ്റി 5 വർഷമാണ് ഇതിന്റെ കാലാവധി. പ്രൊഡക്റ്റ് ടിന്നിന്റെ കാലാവധി വരുന്നത് ഇവിടെയും എത്രയാണ്, 36 മാസമാണ്. അപ്പൊ നമ്മൾക്ക് എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒരു പെയിന്റ് ആദ്യം പെയിന്റ് ആണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് വേണം നമ്മൾ അവിടെ ഏത് പ്രൈമർ ആണ് യൂസ് ചെയ്യേണ്ടത് നോക്കേണ്ടത്. അതായത് ഒരേ പെയിന്റിനും അതിന് അനുയോജ്യമായിട്ടുള്ള പ്രൈമർ കൊടുത്തെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന രീതിയിലുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത് വാൾസെറ്റ് പ്രൈമർ ആണ് പറഞ്ഞിട്ടുള്ളത്. നല്ലൊരു ഫിനിഷിങ് കിട്ടാനായിട്ട് ഇവിടെ വാൾസെറ്റ് പ്രൈമർ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നമ്മുടെ റീഗൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെയിന്റ്. ഇനി അടുത്തൊരു പെയിന്റ് ലെക്സി പെയിന്റ് ആണ്. ഇത് നമുക്ക് ഇന്റീരിയൽ ആൻഡ് എക്സ്റ്റീരിയൽ ആണ്. അതുപോലെ തന്നെ നമുക്ക് പ്രീമിയം ക്വാളിറ്റി ആണിത്, നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ആണ്. മുൻപത്തെ ഒരു പെയിന്റ് ഉണ്ടായിരുന്നു നമുക്ക് എലൈൻസ് മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പെയിന്റ് ഉണ്ടായിരുന്നു, അതിന് പകരമായിട്ട് വരുന്ന ഒരു പെയിന്റ് ആണ്. ലെക്സിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷറി എമൽഷൻ ആണ്. 100% ലക്ഷറി എമൽഷൻ ആണ് ഇത്. അതുപോലെ തന്നെ 100% നമ്മൾക്ക് എന്താണ് സ്ക്രാച്ച്, അതായത് റെസിസ്റ്റ് ചെയ്യാനും അതിനെ പ്രൊട്ടക്ഷൻ ചെയ്യാനൊക്കെ ഈ ഒരു ചുമരിനെ നല്ല രീതിയിലേക്ക് പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതായത് ലോങ് ലാസ്റ്റിക് ആണ്, ഇത് ഒരു ലോങ് ലാസ്റ്റിക് ആണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇതിൽ നമുക്ക് ഒരുപാട് കളേഴ്സ് ഒക്കെ വരുന്നുണ്ട്, ഒരുപാട് കളേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്ടീരിയയെ റെസിസ്റ്റ് ചെയ്യാനും, അതുപോലെ തണുപ്പ്, അതായത് തണുത്ത ഏരിയ, അതായത് ഈർപ്പൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ടാവല്ലോ, നമുക്ക് പറയാം ബാത്റൂമിന്റെ ആ ഒരു ഏരിയ, അവിടെ നിന്ന് ഇങ്ങനെ റൂമിന്റെ ഒക്കെ ആ ഏരിയകളിലൊക്കെ അല്ലെ, നമ്മൾക്ക് എന്താണ് ഈ തണുപ്പ് വന്ന് ഈർപ്പം വന്ന് ഇങ്ങനെ പൊടിഞ്ഞു പോരുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളതിനൊക്കെ തണുപ്പടിച്ചിട്ട് നമുക്ക് ഈ പൊളിഞ്ഞു പോരുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവും ചുമര്. അപ്പൊ അതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഈ ഒരു പെയിന്റ് നമുക്ക് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനുള്ള ഒരു ടെക്നോളജി ഇതിലുണ്ട് എന്നുള്ളതാണ്. ഇത് കുറെ നാള് നമുക്ക് നീണ്ടു നിൽക്കും. എത്ര ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ബാക്ടീരിയ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും കേരളത്തിലെ ഒരു കാലാവസ്ഥ അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. കേരളത്തിലെ ഒരു ക്ലൈമറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പെയിന്റ് യൂസ് ചെയ്താൽ മാത്രം പോരാ, 6 മാസം കഴിയുമ്പോൾ ഇത് നമുക്ക് വാഷ് ചെയ്ത് നമ്മൾ നിർത്തണം, വാഷ് ചെയ്ത് നിൽക്കണം. ഇതാണ് നമുക്കറിയാം നമ്മുടെ പ്രൊഡക്റ്റുകൾ വാഷബിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വാഷ് ചെയ്ത് നിർത്തണം.
നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടാനായിട്ട് ഇത് സഹായിക്കും. അതായത് നല്ല രീതിയിൽ വാഷ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് നമുക്ക് അവിടെ കിട്ടുള്ളൂ. നമ്മൾ അതിലേക്ക് ഒട്ടും തിരിഞ്ഞു നോക്കാണ്ട്, ഇതിപ്പോ പെയിന്റ് അടിച്ചു, നമ്മൾ ഒട്ടും അതിലേക്ക് തിരിഞ്ഞു നോക്കാണ്ടിരുന്നാലോ ഒരു കാര്യവുമില്ല. കാരണം എന്താണ്, ഈ പറയുന്ന ഒരു എന്താ പറയണ ആ ഒരു നീണ്ട ഒരു കാലാവധി ഇതിന് കിട്ടില്ല. അതുകൊണ്ടാ പറയണത് 6 മാസം നമ്മൾ കൂടുമ്പോ എന്താണ് ഈ ഒരു പെയിന്റ് നമ്മൾ വാഷ് ചെയ്യണം. അതുപോലെ എന്താ കൂടിയതും കുറഞ്ഞതുമായ, അതായത് നമുക്ക് നമ്മുടെ കൂടിയതും കുറഞ്ഞതുമായ പെയിന്റ് ഒക്കെ നമ്മുടെ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഇതൊരു ഇടത്തട്ടുകാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പെയിന്റ്, അപ്പൊ പറയില്ലേ ഏകദേശം അങ്ങനെ ഒരു ഇടത്തട്ടുകാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പെയിന്റ് ആണ് നമ്മുടെ ഇലക്സി എന്ന് പറയുന്ന പെയിന്റ്. അതുപോലെ തന്നെ നമ്മൾക്ക് എന്താണ് എപ്പോഴും നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസിൽ മാക്സിമം റേഷ്യോ, അതായത് ഡൈല്യൂട്ട് ചെയ്യുന്നത് 40 മുതൽ നമുക്ക് 50% വാട്ടർ ആണ് ഇതിൽ ചേർക്കേണ്ടത്. ഇതിന്റെ കവറേജ് എന്ന് പറയുന്നത് 100 തൊട്ട് 110 സ്ക്വയർ ഫീറ്റ് ആണ്. അതുപോലെ ഇതിന്റെ കോട്ട് വരുന്നത്, അതുപോലെ നമുക്ക് സ്മൂത്ത് സർഫസ് അല്ലെ, നേരത്തെ പറഞ്ഞു സ്മൂത്ത് സർഫസ് എന്ന് പറയുന്നത് നമ്മൾക്ക് ശരിക്കും ഇത് എന്താ പറയുക, ഈ കമ്പനി പറഞ്ഞിട്ടുള്ള രീതിയിൽ, അതായത് നമ്മളിപ്പോ പുട്ടി കൊടുത്തു, പ്രൈമർ കൊടുത്തു, ഈ പറഞ്ഞ ക്രാസസ് ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിലേക്ക് സ്മൂത്ത് ആയിരിക്കുന്ന ഏരിയയിൽ അടിക്കുമ്പോഴാണ് ഈ പറയുന്ന ഒരു ഏരിയ കവറേജ് നമ്മൾക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്തു പോകുമ്പോഴാണ് ഇപ്പോ കമ്പനി പറഞ്ഞിട്ടുള്ള ഒരു വാറന്റി ഒക്കെ ഉണ്ടല്ലോ, അത് നമ്മൾക്ക് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിൽ നമ്മൾ ചെയ്തു പോകണം. അപ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് രീതിയിൽ അതിന്റെ ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടുള്ളൂ. നല്ലൊരു തിളക്കം, നല്ലൊരു എന്താ പറയാ, നല്ലൊരു തിളക്കത്തോടു കൂടി നിൽക്കുന്ന ഒരു പെയിന്റ് തന്നെയാണ് നമ്മുടെ ലെക്സി എന്ന് പറയുന്ന പെയിന്റ്. അതുപോലെ തന്നെ നമ്മൾക്ക് എന്താണ് ഏത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതും ഫസ്റ്റിൽ നമ്മൾ എമൽഷൻ ഏതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് വേണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിലേക്കുള്ള പ്രൈമർ സെലക്ട് ചെയ്യാനായിട്ട്. എന്നാലാണ് നമ്മൾക്ക് ആ ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താനായിട്ടും ആ ഒരു സർഫസ് നമുക്ക് കിട്ടുള്ളൂ, ആ ഒരു സ്മൂത്ത് സർഫസ് നമ്മൾക്ക് അവിടെ കിട്ടുള്ളൂ. കുറഞ്ഞ പെയിന്റ് നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ആ ഒരു എന്താ പറയാ, ഇപ്പൊ ഈ ഒരു ലെക്സിക്ക് നമ്മൾക്കൊരു കുറഞ്ഞ രീതിയിലുള്ള ഒരു എന്താ പറയാ പ്രൈമർ ആണ് അവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമ്മൾക്ക് അവിടെ എന്താ ഈ പറയുന്ന ഒരു സ്മൂത്ത് സർഫസോ കാര്യങ്ങളോ റിസൾട്ടോ തിളക്കമോ ഇതൊന്നും നമുക്ക് അനുഭവപ്പെടില്ല. ഇത് നമ്മൾ പറഞ്ഞു എക്സലന്റ് ആണ്, വാഷബിലിറ്റി ആണ്. ഇതിന്റെ ഡ്യൂറബിലിറ്റി വരുന്നത് 8 വർഷമാണ്. ഇതിന്റെ പ്രൊഡക്റ്റിന്റെ കാലാവധി, ടിന്നിന്റെ കാലാവധി വരുന്നത് നമുക്ക് 36 മാസമാണ്. നമുക്ക് അതേപോലെ തന്നെ ഈ ഒരു പെയിന്റ് നമ്മൾക്ക് പുറമെ അടിക്കാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ പെയിന്റേഴ്സുകൾക്ക് നമുക്ക് പെയിന്റ് അടിക്കാൻ കൊടുക്കും. ഇപ്പൊ കോൺട്രാക്ടർമാരുണ്ടായിരിക്കാം, നമ്മൾ പെയിന്റ് അടിക്കാൻ കൊടുക്കും. പക്ഷെ ഇവിടെ എങ്ങനെയാണ് ആ ഒരു പെയിന്റ് അടിക്കുന്നത്, എങ്ങനെയാണ് അത് ഡൈല്യൂട്ട് ചെയ്യണത്, അതായത് നമ്മള് വിസിറ്റ് ചെയ്യണം എന്നാ പറയണേ. അതായത് നമ്മളൊരു പെയിന്റ് കൊടുക്കുക മാത്രമല്ല, ആ ഒരു ഏരിയ പോയി നമ്മൾ കണ്ട് അവരെങ്ങനെയാണോ അവര് വാഷ് ചെയ്തിട്ടാണോ ഇത് ഉപയോഗിക്കുന്നത്, അഴുക്കൊക്കെ കളഞ്ഞിട്ടാണോ അവരിത് ഉപയോഗിക്കുന്നത്, നമ്മൾ പറയുന്ന രീതിയിൽ അവർ ഡൈല്യൂട്ട് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ പോയി അവരോടൊപ്പം നിന്നുകൊണ്ട് നമ്മൾ അത് ചെയ്യിക്കുകയാണെന്ന് വെച്ചാലാണ് ഇത് കറക്റ്റ് രീതിയിലേക്ക് ഈ ഒരു പറയുന്ന റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. നമ്മളിപ്പോ പെയിന്റ് അവരെ ഏൽപ്പിച്ചു അല്ലെ, പെയിന്റ് ഏൽപ്പിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമുള്ള മാതിരി നല്ല രീതിയിലേക്ക് ഡൈല്യൂട്ട് ചെയ്തില്ല, നല്ല രീതിയിൽ മിക്സ് ചെയ്തില്ല, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അടിച്ചു കഴിഞ്ഞു അല്ലെ, എന്നിട്ട് പിന്നെ പെയിന്റിന് കംപ്ലൈന്റ് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എന്താണ് നമ്മൾ ഇവിടെ പറയുന്ന രീതിയിലേക്ക് അവരവിടെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു ശ്രദ്ധ എപ്പോഴും നമ്മളുടെ വേണം. അവര് ആ പറയുന്ന രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമാണ് ഇവിടെ ആ ഒരു റിസൾട്ട് നമ്മൾക്ക് കിട്ടുള്ളൂ. ഇവിടെ അതുപോലെ തന്നെ നമ്മൾക്ക് അറിയാം ക്ലീൻ 6 മാസം കൂടുമ്പോൾ നമ്മൾ ഇവിടെ ക്ലീൻ ചെയ്യണം, നമുക്ക് ചുമന്നെ ക്ലീൻ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു പ്രത്യേക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ലെക്സിക്ക് കമ്പനി റെക്കമെൻഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെൽ ഡ്രോപ്സ് ഡൗൺ പ്രൂഫ് ആണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ഒരു പ്രൈമർ എന്ന് പറഞ്ഞ പുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എമൽഷന്. പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു എന്താ പറയാ നമ്മളുടെ പെയിന്റ് ഇപ്പൊ ഒരു കോസ്റ്റ് ഉള്ള പെയിന്റ് ആയിരിക്കാം. അപ്പോ എന്താ പറയുക പുട്ടിയും അതേപോലെ തന്നെ നല്ലൊരു കോസ്റ്റ് പ്രൈമർ നല്ലൊരു കോസ്റ്റിലുള്ള ഒരു പ്രൈമർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടിനും വില ചിലപ്പോൾ സാധാരണക്കാര് ആളുകൾക്ക് ചിലപ്പോൾ വില താങ്ങാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്ക് ഇവിടെ ഈ ഒരു ലെക്സി പെയിന്റിന് നമ്മൾക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്ന നമുക്ക് പ്രൈംപ്ലസ് നമ്മൾക്ക് അവിടെ കൊടുക്കാം. പ്രൈമർ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും ലെക്സിക്ക്. നല്ല റിസൾട്ട് ആണ് അത് കൊടുത്തിട്ട്. പക്ഷെ ജെൽ ഡ്രോപ്സ് അടിക്കാൻ പറയുന്ന മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈർപ്പം തട്ടി നിൽക്കുന്നിടത്ത്, നല്ല രീതിയിൽ തണവ് വന്ന് നിൽക്കുന്നിടത്ത്, അങ്ങനെയുള്ള ഏരിയ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞു വരുന്ന സമയം ഇങ്ങനെ അടർന്നു പോരുന്നിടത്ത് ആ ഈർപ്പത്തിന്റെ ആ ഒരു നനഞ്ഞു നിൽക്കുന്ന ഈ അവിടങ്ങളിലൊക്കെ നമ്മൾ ജെൽ ഡ്രോപ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും.
അതുകൊണ്ട് അങ്ങനെയുള്ള ഏരിയയിൽ നമുക്ക് ഈ ഒരു ജെറ്റ് ഡ്രോപ്സ് നമുക്ക് കൊടുക്കാം. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം, ഈ ഒരു ലെക്സിക്ക് പ്രൈമർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് പ്രൈം പ്ലസ് പ്രൈമർ ആണ്. ഇനി അടുത്തൊരു പെയിന്റ് ആണ് നമ്മൾക്ക് എക്കോ ഗാർഡ്. ഇത് ഹൈഷീൻ പെയിന്റ് ആണ്. നമുക്ക് അകത്തും പുറത്തും അടിക്കാവുന്ന തരത്തിലുള്ള ഒരു ഹൈഷീൻ പെയിന്റ് ആണ് നമ്മളുടെ ഈ ഒരു പറയുന്ന എക്കോ ഗാർഡ് പെയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇതിലൊരു എന്താ പറയാ ട്രിപ്പിൾ ഡിഫൻസ് ടെക്നോളജിയാണ് ഇതില് കൊടുത്തിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലെ, എന്താ പറയാ മഴ വരും, അതുപോലെ തന്നെ കാറ്റ് വരും, അതുപോലെ തന്നെ പൊടിപടലങ്ങൾ ഉണ്ടാവും. ഈ ഒരു സമയങ്ങളിലൊക്കെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു പെയിന്റ് ആണ് നമ്മളുടെ മുന്തിയ ഇനം ഒരു ക്വാളിറ്റി കൂടുതലുള്ള ഒരു പെയിന്റ് ആണ് എക്കോ ഗാർഡ്. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആ ഒരു വീടിനെ ചുമരിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു പെയിന്റ് ആണ് നമ്മുടെ ഈ പറയുന്ന എക്കോ ഗാർഡ് പെയിന്റ് എന്ന് പറയുന്നത്. ഒരു റിച്ച് ഗ്ലേസിംഗ് ആണ് നമുക്ക് ഇവിടെ ഒരു ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടുന്ന. അതുപോലെ ലോങ് ലാസ്റ്റിക് ആണ്. അതുപോലെ തന്നെ ആന്റി ഫംഗല്, ആന്റി ബാക്ടീരിയ അതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ടിന്നിൽ നമ്മൾ തുറക്കുന്ന ഒരു സമയത്ത്, അതായത് എക്കോ ഗാർഡ് നമ്മൾ തുറക്കുന്ന സമയത്ത് നേരിയ തോതിൽ ഒരു VOC, അതായത് നേരിയ തോതിൽ ഒരു സ്മെല്ല് നമ്മൾക്ക് അനുഭവപ്പെടും. പക്ഷെ എന്താണ്, യാതൊരു വിധത്തിലുള്ള എന്താ പറയാ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഒരു വിഷാംശോ ടോക്സിൻസോ കാര്യങ്ങളോ ഒന്നും ഇതിലില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇത് നമ്മൾ പറയണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞു എന്താ പറയാ VOC, സ്മെല്ലിന് വേണ്ടി VOC പോലെയുള്ള കണ്ടന്റ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ലെന്ന്. പക്ഷെ നമ്മൾ എക്കോ ഗാർഡ് നമ്മൾ തുറക്കുന്ന സമയത്ത് നേരിയ തോതിലുള്ള ആ ഒരു സ്മെല്ല് വരുന്ന പറയുമ്പോൾ ആ ഒരു എന്താ പറയാ നമ്മൾ ചിന്തിക്കും എന്ത്, സ്മെല്ലില്ലെന്ന് പറഞ്ഞിട്ട് സ്മെല്ല് ഉണ്ടല്ലോ എന്ന് തുറക്കുമ്പോ. അതുകൊണ്ടാണ് പറഞ്ഞത് നേരിയ തോതിലുള്ള ഒരു സ്മെല്ല് ഇതിനുണ്ടായിരിക്കും. അപ്പൊ യാതൊരു വിധത്തിലുള്ള ഒരു കുഴപ്പമൊന്നും ഇതിനില്ല. നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള ഒരു പെയിന്റ് ആണ് നമ്മുടെ എക്കോ ഗാർഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നല്ല ഒരു ഫിനിഷിംഗ് ആണ്. ഹൈഷീൻ പെയിന്റ് ആണെന്ന് പറഞ്ഞു, നല്ല ഫിനിഷിംഗ് ആണ്. അതുപോലെ തന്നെ നമ്മൾക്ക് എന്താണ് 6 മാസം കൂടുമ്പോ, അതായത് 6 മാസം കഴിയുമ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ എന്താണ് വാഷ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾക്ക് എന്താണ് ഏകദേശം ഇതിന്റെ ഒരു ഇലാസ്റ്റിറ്റി നമുക്ക് വരുന്നത്, കാരണം ഒരു വട്ടം നമുക്ക് കമ്പനിയുടെ ട്രെയിനേഴ്സുകൾ വന്നിട്ട്, ഇപ്പൊ ചാലക്കുടിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്, ഇത് എന്താണ് ഇങ്ങനെ വലിച്ച്, അതായത് ഒരു രീതിയിലേക്ക് ഇങ്ങനെ വലിച്ചു നീട്ടിയിട്ട് നമ്മൾക്ക് അത് വിടുന്ന സമയത്ത് അല്ലെ, സ്ട്രെച്ചബിൾ, അതായത് വിടുന്ന സമയത്ത് അതേപോലെ തന്നെ വന്ന് നിൽക്കുന്നത്. അതായത് നല്ലൊരു സൂര്യപ്രകാശമുള്ള ഒരു സമയത്താണെങ്കിലും ഇപ്പൊ ചുമരൊക്കെ ഇങ്ങനെ വിണ്ടുപോരില്ലേ, ചുമരൊക്കെ വിള്ളണത് നമ്മൾ കാണാം. വളരെ എന്താ പറയാ സൂര്യപ്രകാശം തട്ടുമ്പോ ചുമരൊക്കെ ഭയങ്കര ഒരു വിള്ളലോട് പോലെ നമ്മൾ കാണപ്പെടുന്നുണ്ട് അല്ലെ. അതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റിയ ഒരു പെയിന്റ് ആണ് നമ്മുടെ ഈ പറയുന്ന എക്കോ ഗാർഡ് പെയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് വളരെ ലോ VOC ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ ചുമരിനെ വളരെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം ഇവിടെ ഇതിന്റെ വാഷബിലിറ്റി എന്ന് പറയുന്നത് എക്സലന്റ് ആണ്. ഡ്യൂറബിലിറ്റി വരുന്നത് 12 വർഷമാണ് അല്ലെ. നമ്മളുടെ ഓരോ പെയിന്റിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് നമ്മൾക്ക് അതിന്റെ കാലാവധികളും കൂട്ടി കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് 12 വർഷമാണ്. ഇതിന്റെ ടിന്നിന്റെ കാലാവധി വരുന്നത് 36 മാസമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കോട്ട് ഡൈല്യൂട്ട് ചെയ്യുന്നത് നമ്മൾ 60 തൊട്ട് 70% വാട്ടറാണ് നമ്മൾ ചേർക്കേണ്ടത്. അതുപോലെ രണ്ടാമത്തെ കോട്ട് ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത് 50 തൊട്ട് 60% വാട്ടർ നമുക്ക് ചേർക്കാം. അപ്പൊ ഒന്ന് മനസ്സിലാക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര അധികം, അതായത് രണ്ടാമത്തെ കോട്ട് ചെയ്യുമ്പോഴും ഇത്ര അധികം വെള്ളം നമ്മൾക്ക് അതിൽ മിക്സ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഏതൊരു പെയിന്റും, ഇപ്പൊ ഇത്ര പെയിന്റ് നമ്മൾ പറഞ്ഞു, ഈ ഒരു പെയിന്റിലൊക്കെ ഇത്ര അധികം വെള്ളം നമ്മൾ ചേർക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്താണ് പെയിന്റ് കുറച്ച് മതി അല്ലെ, നമുക്ക് നല്ലൊരു ഏരിയ കവറേജ് കിട്ടുന്നുണ്ട്, പെയിന്റ് നമ്മൾക്ക് അവിടെ കുറച്ച് മതി എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ ലാഭല്ലേ. കാരണം ഇത്ര അധികം വെള്ളം ഏത് പെയിന്റിലാണ് പുറമേ ഉള്ള ഒരു പെയിന്റിൽ നമുക്ക് ഏകദേശം ഒരു 20 തൊട്ട് 30%-ഒക്കെയാണ് വെള്ളം ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. അതേ സമയത്ത് നമ്മളുടെ ഈ ഒരു പെയിന്റിൽ നമ്മൾക്ക് 60% തൊട്ട് 70% ഫസ്റ്റ് കോട്ടിന് നമ്മൾക്ക് ഇവിടെ വാട്ടർ ചേർക്കാം. സെക്കൻഡ് കോട്ടിന് നമ്മൾക്ക് ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് 60 തൊട്ട് നമുക്ക് 50 തൊട്ട് നമുക്ക് 60% വാട്ടർ നമുക്ക് ഇവിടെ ചേർക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അത്ര അധികം പെയിന്റ് നമ്മൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്.
അപ്പൊ അത് അത്രയൊരു ലാഭമാണ് നമുക്ക് ഇവിടെ വരുന്നത്. അതുപോലെ നമുക്ക് കോസ്റ്റ് നോക്കിയിട്ട് കാര്യം, പക്ഷെ അത്രയധികം ലാഭം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിന്റെ ഒരു കവറേജ് എന്ന് പറയുന്നത് 110 തൊട്ട് 130 സ്ക്വയർ ഫീറ്റ് ആണ്. സ്മൂത്ത് സർഫസ് ആണ്. ഇതിൽ നമ്മൾക്ക് ഇനി ഷെയ്ഡുകൾ വരുന്നത് 1900-ത്തിലധികം ഷെയ്ഡുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. ഇതിന്റെ പാക്കേജിംഗ് എന്ന് പറയുന്നത് 1 ലിറ്റർ, 4 ലിറ്റർ, 10 ലിറ്റർ, 20 ലിറ്റർ ആണ് ഇതിന്റെ പാക്കേജിംഗ് വരുന്നത്. അതിന്റെ സർഫസ് അല്ലെ, അതിന്റെ ഡ്രൈ ടൈം വരുന്നത് നമുക്ക് 30 മിനിറ്റ് ആണ്. പക്ഷെ റീകോട്ടിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, അത് ഏത് പെയിന്റ് നമ്മൾ എപ്പോഴും റീകോട്ടിങ് ചെയ്യുന്ന സമയത്ത് 4 തൊട്ട് 6 മണിക്കൂർ ഇടവിട്ടതിന് ശേഷമാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ റീകോട്ടിങ് നമ്മൾ അവിടെ കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പൊ നമുക്കറിയാം നമ്മുടെ ബെസ്റ്റ് ഇന്റീരിയൽ ആൻഡ് എക്സ്റ്റീരിയൽ ആണ്. അതുപോലെ തന്നെ നമുക്ക് 6 മാസം കൂടുമ്പോൾ അവിടെ എന്താണ് ക്ലീൻ ചെയ്ത് നമ്മൾക്ക് ഉപയോഗിക്കാം. ഇതുപോലെ തന്നെ ഇവിടെ നമ്മൾക്കും കമ്പനി പറഞ്ഞിരിക്കുന്ന പ്രൈമർ എന്ന് പറയുന്നത് ജെൽ ഡ്രോപ്സ് ആണ്, ഡം പ്രൂഫ് ആണ്. പക്ഷെ ഈ ജെൽ ഡ്രോപ്സ്, ഡം പ്രൂഫ് ഈ പറയുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു, ഈ പറയുന്ന നനവും ഈർപ്പം ഉള്ളിടത്ത് നമ്മൾ ഉപയോഗിക്കാനായിട്ട് നോക്കാം. അല്ലാത്തടത്ത് നമ്മൾക്ക് അവിടെ പ്രൈം പ്ലസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മളുടെ ഏറ്റവും മുന്തിയ ഒരു എക്കോ ഗാർഡ് പെയിന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് നോക്കാം എന്താണ് ഡം പ്രൂഫ് അല്ലെ. ഡം പ്രൂഫിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ജെൽ ഡ്രോപ്സ് ഇത് നമ്മൾക്ക് ടെറസിന്റെ മേലെ, അതായത് ഈ ഒരു ഇത് നമുക്ക് വാട്ടർ ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ജെൽ ഡ്രോപ്സ് ഒക്കെ നമ്മൾ എവിടെ അടിക്കാനാണ്, നമ്മുടെ ടെറസിന്റെ മേലെ അടിക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോ. അതായത് ഇപ്പോ വേനൽക്കാലം വരുന്ന സമയത്ത് അല്ലെ, നല്ല ചൂട് അനുഭവപ്പെടുന്ന സമയത്തൊക്കെ ഭയങ്കര ചൂടായിരിക്കും നമ്മുടെ വീടിനുള്ളിലേക്ക്. അപ്പൊ ആ ഒരു വീടിനുള്ളിലേക്ക് ഭയങ്കര ചൂട്, അപ്പൊ നമ്മുടെ ടെറസിന്റെ മേലെ നമ്മൾക്ക് ഇത് ആ ഒരു ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രൊട്ടക്ഷൻ നമുക്ക് അവിടെ കിട്ടും. അതായത് നല്ലൊരു ഈ ഒരു ജെൽ ഡ്രോപ്സ് നമ്മുടെ ടെറസിന്റെ മേലെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് നല്ല ഒരു കൂളിംഗ് ആയിരിക്കും. അപ്പൊ വീടിന്റെ ടെറസിന്റെ മേലെ നമ്മൾക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ്, ഇത് അടിച്ചു കൊടുക്കാനുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് പ്ലാസ്റ്റിക്, നമുക്കറിയാം നമ്മുടെ വാട്ടർ ടാങ്കുകളിലെ പ്ലാസ്റ്റിക് ആയിരിക്കും. ആ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന വാട്ടർ ടാങ്ക് എന്ന് പറയുന്നത് ഇപ്പോ എന്താ പറയുക, വെയിൽ ഉദിക്കുന്ന സമയത്ത് ഭയങ്കര ചൂടായിരിക്കും, വെയിൽ ആറുന്ന സമയത്ത് അത് തണുക്കും. അപ്പൊ എന്താണ് ഈ ഒരു പ്രോസസ്സിംഗ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്ര അധികം പ്ലാസ്റ്റിക് നമുക്കറിയാം അത്രയും ദോഷമാണെന്നുള്ളത്. പക്ഷെ ഈ ഒരു പ്ലാസ്റ്റിക് ചൂടാവുന്ന സമയത്ത് വരുന്ന ആ ഒരു പോയിസണും കാര്യങ്ങളും ഒക്കെ എവിടേക്കാണ്, ആരുടെ ഉള്ളിലേക്കാണ് പോകുന്നത്, നമ്മളുടെ ഉള്ളിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ അത്രയും ഒരു പ്ലാസ്റ്റിക്കിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് നല്ല രീതിയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അതിനെ നമുക്ക് തടയണമെന്നുണ്ടെങ്കിൽ ഈ വാട്ടർ ടാങ്കിന്റെ മേലെ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ജെൽ ഡ്രോപ്സ് നമുക്ക് അവിടെ അടിച്ചു കൊടുക്കാനായിട്ട് പറ്റും. വാട്ടർ ടാങ്കിന്റെ മേലെ നമുക്ക് 3 കോട്ട് നമുക്ക് ജെൽ ഡ്രോപ്സ് അവിടെ അടിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ടെറസിന്റെ മേലെ നമ്മൾക്ക് അടിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം ചില ടെറസിന്റെ മേലെ ഇങ്ങനെ മൺതരികള് ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ആ മൺതരികളൊക്കെ ഉള്ളിടത്ത് ഇങ്ങനെ ക്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ 1 mm, അതായത് 1 mm ഒക്കെ ഉള്ളൂ അവിടെ ഒരു ക്രാക്സ് വരുന്നുള്ളൂ എങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു ജെൽ ഡ്രോപ്സ് നമുക്ക് അവിടെ അടിച്ചു കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല, അത് അവിടെ സെറ്റ് ആയിക്കോളും. അതല്ല 1 mm അതുപോലെ തന്നെ നമ്മൾക്ക് ഈ പറയുന്ന 3 mm ഉള്ളിലാണ് അവിടെ ക്രാക്ക് കാര്യങ്ങളൊക്കെ വരണതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതായത് ഡൈല്യൂട്ട് ചെയ്യാത്ത, വെള്ളം ചേർക്കാത്ത ജെൽ ഡ്രോപ്സ് നമുക്ക് അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനവിടെ പരിഹാരം കിട്ടുന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അടിച്ചു കൊടുക്കുക. അതല്ല നമുക്ക് 3 mm മേലെയാണ് അതിന്റെ ആ ഒരു സ്ക്രാച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ക്രാക്കൊക്കെ വരണേന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതിനോടൊപ്പം നമ്മൾ വൈറ്റ് സിമെന്റും കൂടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ അവിടെ അടിക്കാനായിട്ട്. അപ്പൊ ഒരു വൈറ്റ് ആ ഒരു സിമെന്റ് നമ്മൾ ഇതിൽ കൂടെ ചേർക്കുന്ന സമയത്ത് നമ്മൾക്ക് 3:1, 4:1 എന്നുള്ള രീതിയിൽ വേണം അതിന്റെ, അത് 1/3 ഭാഗം എന്നുള്ളൊരു രീതിയിൽ വേണം നമ്മളത് മിക്സ് ചെയ്തിട്ട് നമ്മളത് അവിടെ അടിച്ചു കൊടുക്കാനായിട്ട്. അപ്പൊ ഈ ഒരു ക്രാക്ക് കാര്യങ്ങളൊക്കെ അവിടെ ഫിൽ ചെയ്യാനായിട്ട് അവിടെ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ വളരെ ക്രാക്ക് ഒക്കെ ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു നേരത്തെ പറഞ്ഞ ചൂടിൽ നിന്നിട്ട് ഒരു 10 ഡിഗ്രിയോളം ചൂടിൽ നിന്നിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, അതായത് 10 ഡിഗ്രിയോളം ചൂടിൽ നിന്നിട്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ അടിച്ചു കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം ആ ഒരു വീട്ടിലിരിക്കുന്ന സമയത്ത് വളരെ ഒരു കൂളിങ്, അതായത് ഇപ്പൊ ഫാനൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു AC യിൽ ഇരിക്കുന്ന രീതിയിലുള്ള ഒരു
കൂളിംഗ് നമുക്ക് അവിടെ അനുഭവപ്പെടും. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു വെയിലൊക്കെ ഉദിക്കുന്ന ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നല്ലൊരു 2 മണി 3 മണിയൊക്കെ സമയത്ത് ടെറസ് നല്ല രീതിയിൽ പഴുത്തു നിൽക്കുന്ന ഒരു ടൈം ആയിരിക്കും. പക്ഷെ നമ്മൾ ഈ ഒരു പറയുന്ന ജെൽ ഡ്രോപ്സ് അടിച്ചിട്ടാണ് നമ്മൾ അവിടെ പോയി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന പൊള്ളലുകളോ കാലൊന്നും നമുക്ക് പൊള്ളില്ല, സുഖമായിട്ടിരിക്കാം, കെടുക്കാം, ഒക്കെ നമുക്ക് അവിടെ ചെയ്യാം. അപ്പൊ അത്രയും നല്ലൊരു കൂളിംഗ് നമ്മൾക്ക് അനുഭവപ്പെടും വീടിനുള്ളിലേക്ക്. ഇത് ഒരു കാരണവശാലും അതായത് ജലത്തെ വീടിനുള്ളിലേക്ക് കയറ്റി വിടില്ല, പക്ഷെ കാറ്റിനെ അകത്തേക്ക് കടത്തി വിടുകയും നമ്മുടെ ജലത്തെ അകത്തേക്ക് കടത്തി വിടാതിരിക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ജെൽ ഡ്രോപ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾക്ക് എന്താണ് ഈ പറയുന്ന ടെക്നിക്കൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഡ്യൂറബിലിറ്റി നമുക്ക് 5 വർഷമാണ്. അതുപോലെ തന്നെ നമുക്ക് ടിന്നിന്റെ കാലാവധി എന്ന് പറയുന്നത് നമുക്ക് 36 മാസമാണ്. നേരത്തെ ഞാൻ പറഞ്ഞു 1 mm ഇതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇതാണ് ഈ രീതിയിൽ വേണം നമ്മൾ അവിടെ നോക്കിയിട്ട് വേണം നമ്മൾ അടിക്കാൻ. ചില ആളുകൾ ജെൽ ഡ്രോപ്സ് ഒക്കെ അടിച്ചു പോരും, പക്ഷെ അവിടെ വെള്ളം നനച്ചു കൊടുക്കണം എന്നുള്ളത് പകുതി പേരും അറിയില്ല. എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ മറക്കും, ചിലവരത് ചെയ്യില്ല. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ജെൽ ഡ്രോപ്സ് അവിടെ ടെറസിന്റെ മേലെ അടിച്ചു പോന്നാൽ മാത്രം പോരാ, അവിടെ എന്ത് വേണം, നമ്മുടെ അവിടെ കുറച്ച് നനച്ചു കൊടുക്കണം നമ്മള്. അങ്ങനെ 2 ദിവസം നമ്മളത് കണ്ടിന്യൂസ് നനച്ചു കൊടുത്തു കഴിഞ്ഞാലാണ് ഈ പറയുന്ന നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് നമ്മൾക്ക് കിട്ടുള്ളൂ. ആ ഒരു തണുപ്പിനെ, അതായത് ചൂടിനെ 10 ഡിഗ്രിയോളം നമുക്ക് ആ ഒരു ചൂടിനെ മാറ്റി കളയാനായിട്ട് നമുക്ക് ഇവിടെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് എന്താണ് ഇവിടെ ഒരു പാക്കേജിങ് വരുന്നത്, ഇതിന് 1 ലിറ്റർ 4 ലിറ്റർ 10 ലിറ്റർ 20 ലിറ്റർ ആണ്. അപ്പൊ ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. വെച്ചിട്ടുണ്ടെങ്കിൽ ജെൽ ഡ്രോപ്സ് അടിച്ചു കഴിഞ്ഞിട്ട് വെള്ളം നമ്മളവിടെ എന്താ പറയുക നനച്ചിടേണ്ട കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്നാലാണ് ഈ പറയുന്ന രീതിയിലൊക്കെ ഉള്ള ആ ഒരു ക്വാളിറ്റി, ആ ഒരു എന്താ പറയുന്ന റിസൾട്ട് ഒക്കെ നമ്മളിലേക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്ന ജെൽ ഡ്രോപ്സ് ഡാം പ്രൂഫ് എന്ന് പറയുന്ന പെയിന്റ്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ പെയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം 2 എന്താ പറഞ്ഞ പ്രൈമറെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. എന്താണ് വാൾസെറ്റ് പ്രൈമറും പ്രൈം പ്ലസ് പ്രൈമറാണ് നമുക്കുള്ളത്. പിന്നെ നമ്മൾക്ക് പെയിന്റ് വരുന്നുണ്ട്. എന്താണ് പെയിന്റ്, നമ്മൾക്ക് എക്കോ ഗാർഡ് വരുന്നുണ്ട്, ലെക്സി വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾക്ക് എന്താണ് റീഗൽ വരുന്നുണ്ട്. ഈ ഒരു 3 പെയിന്റിനെ കുറിച്ച്. പിന്നെ നമുക്ക് ജെൽ ഡ്രോപ്സ് ഡാം പ്രൂഫ് പെയിന്റിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞ നമ്മളുടെ ഒരു പെയിന്റിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞു സാറേ, മാക്സിമം നമുക്ക് എന്താണ് 10 തൊട്ട് 25%, ഇതിൽ വെള്ളം ചേർക്കേണ്ടതാണ്. നമുക്ക് 10 തൊട്ട് നമുക്ക് 25% വാട്ടർ നമ്മൾക്ക് അപ്ലൈ ചെയ്യാം. 2-3 കോട്ടാണ് നമ്മൾക്ക് ഇവിടെ അടിക്കേണ്ടത്. ആ 2-3 കോട്ട് അടിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ക്രോസ് വൈസ് ആയിട്ടാണ് നമ്മൾ ഇവിടെ ജെൽ ഡ്രോപ്സ് അടിക്കേണ്ടത്. ക്രോസ് വൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങോട്ടും ഒന്ന് അങ്ങോട്ടും, അങ്ങനെ ഒരു ക്രോസ് വൈസ് ഇതിലാണ് നമ്മൾ ഈ ജെൽ ഡ്രോപ്സ് നമ്മൾ അടിക്കേണ്ടത്. നമ്മൾ സെക്കൻഡ് കോട്ട് അടിക്കുന്ന സമയത്ത്, പിന്നെ നമ്മൾ അടിക്കുന്ന സമയത്ത് 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വേണം നമ്മളത് അടിക്കാനായിട്ട്. അപ്പൊ ഇതാണ് നമ്മളുടെ നമുക്കവിടെ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കണം. 2-3 ദിവസം നമ്മൾ അവിടെ എന്ത് ചെയ്യണം, വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതാണ് ജെൽ ഡ്രോപ്സ് ഡാം പ്രൂഫ് പെയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പെയിന്റിനെ കുറിച്ചിട്ട് നമ്മൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കാം. അതുപോലെ നമുക്ക് ഡെലിവറി സെന്ററുകളുണ്ട്. പെയിന്റിന്റെ തന്നെ ഷോപ്പുകളുണ്ട്, ഡെലിവറി സെന്ററുകളൊക്കെ നമ്മൾക്ക് ഉണ്ട്. 10% ഡിസ്കൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇതിന്റെ ഒരു കണക്ക്, ഒരു കരിയർ നമുക്ക് നോക്കാം എങ്ങനെയാണ്, അതായത് പെയിന്റേഴ്സിനായിക്കോട്ടെ. അതുപോലെ നമ്മൾ ഇവിടെ ഒരു പ്രധാനമായിട്ട് എന്താ പറയാ പ്രധാന പ്രഖ്യാപനങ്ങളും നേട്ടങ്ങളും അല്ലെ, നേരിട്ടുള്ള ഒരു ലാഭം. ആദ്യം നമ്മൾക്ക് എത്രയാണ് ലാഭം കിട്ടിയിരുന്നത്, ഒരു 5000 രൂപയ്ക്ക് കൂടുതൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 6% ലാഭം ഉണ്ടായിരുന്നത്. അതേ സമയത്ത് നമുക്കിപ്പോ എന്താണ് 25% വരെ നമുക്കിവിടെ ലാഭം കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ പുതിയ ടോക്കൺ സംവിധാനം വന്നിട്ടുണ്ട്. അതുപോലെ ഒവീറ പെയിന്റിന്റെ സവിശേഷതകൾ, മെച്ചപ്പെട്ട കവറേജ് നമുക്ക് കിട്ടുന്നുണ്ട്. സിസ്റ്റമാറ്റിക് പ്രവർത്തനം ആൻഡ് പരിശീലനം, ഇതൊക്കെ നമ്മൾ എന്താണ് എന്താ പറയാ ഒരു നമ്മുടെ TCG കൃത്യമായ ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു ആഹ്വാനം ഈ ഒരു ഒവീറ പെയിന്റിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ഇതിൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ്, ഈ ഒരു ഒവീറ പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒവീറ പെയിന്റ് നമ്മുടെ സെൽഫിൽ ബില്ലടിച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ടർമാർക്കും പെയിന്റേഴ്സുകൾക്കായാലും കിട്ടുന്ന ഒരു ലാഭത്തെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്കറിയാം പെയിന്റേഴ്സ് അതുപോലെ തന്നെ കോൺട്രാക്ടർമാർക്കൊക്കെ ഈ ഒരു ഒവീറ പെയിന്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം അതിന്റെ ഒരു ഡിസ്കൗണ്ട് ആൻഡ്
ഡിസ്കൗണ്ട് ആണ്, MRP ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഡിസ്കൗണ്ട് അതായത് 40% മുതൽ ഫസ്റ്റ് ബെനിഫിറ്റ് ആണിത്. 40% മുതൽ 45% ഇതിന്റെ ഫസ്റ്റ് ബെനിഫിറ്റ് വരുന്നത്. അപ്പൊ ഏകദേശം നമ്മൾ എന്താണ് ആ ഒരു പർച്ചേസിങ് 12,000 തൊട്ട് 25,000 ആ ഒരു പർച്ചേസിങ് ചെയ്യുമ്പോൾ ഇവിടെ പോയിന്റ് സെയിൽ എന്ന് വരുന്നത് നമുക്ക് 5,000 ആണ് അല്ലെ. 5,000 ആണ് ഇതിന്റെ ഒരു സ്ലാബ് വരുന്നത്. പോയിന്റ്സ് സ്ലാബ് വരുന്നത് 5,000 ആണ്. ഇതിന്റെ എന്താ പറയാ സെയിൽ റേറ്റ്, അതായത് സ്ലാബിന്റെ ഒരു റേറ്റ് ഉണ്ട് നമുക്കറിയാം. 5,000 സ്ലാബിന് നമുക്ക് വരാം 2% ആയിരിക്കും എന്നുള്ളത്. അങ്ങനെ ഒരു സ്ലാബ് റേറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് 5,000-ന് 2%. അപ്പൊ 2% എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സ്ലാബ് ഇൻസെന്റീവ്, അതായത് 5,000-ന്റെ 2% എത്രയാണ്? 100 രൂപയാണ്. അതിന്റെ ഒരു 25, നമുക്കറിയാം 5,000-ന് മേലെ നമ്മൾ ഇപ്പൊ നമുക്ക് വന്നിട്ടുള്ളത് 6% വിട്ടിട്ട് നമുക്കറിയാം 25% എക്സ്ട്രാ നമുക്ക് ബോണസ് ആയിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു 1,250 രൂപ നമുക്ക് ഇവിടെ ഒരു ബോണസ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ടോട്ടല് നോക്കുമ്പോ 1,350 രൂപ നമ്മൾക്ക് ഈ ഒരു 12,000 തൊട്ട് 25,000-നുള്ളിൽ പെയിന്റ് എടുത്ത് ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മുടെ കയ്യിൽ വരുന്ന ഒരു ലാഭമാണിത്. അതേപോലെ തന്നെ നമുക്ക് 23,000 തൊട്ട് 50,000-ന്റെ ആ ഒരു റേറ്റിലെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുമ്പോൾ ബില്ലടിക്കുന്ന സമയത്ത് നമുക്ക് പോയിന്റ് സ്ലാബ് വരുന്നത് ഇവിടെ 10,000 ആണ്. അതുപോലെ തന്നെ സ്ലാബിന്റെ ആ റേറ്റ് വരുന്നത് 10,000-ന് എത്രയാണ്? 4.5% ആണ്. സ്ലാബ് ഇൻസെന്റീവ് നമുക്ക് വരുന്നത് 450 രൂപയാണ്. അതിന്റെ 25% ബോണസ് കണക്കാക്കുമ്പോൾ 2,500 രൂപയാണ്. ടോട്ടൽ ഇൻകം നമുക്ക് വരുന്നത് എത്രയാണ്? 2,950 രൂപ ടോട്ടൽ ഇൻകം വരുന്നുണ്ട്. ഇനി അടുത്തത് നെക്സ്റ്റ് നമുക്ക് നോക്കാം. 45,000 മുതൽ നമുക്ക് 1,00,000 അല്ലെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു റേറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പോയിന്റ് സ്ലാബ് തന്നെ നമുക്ക് 20,000 ആണ്. സ്ലാബ് റേറ്റ് നമുക്ക് വരുന്നത് 20,000-ന് എത്രയാണ്? 7%. 20,000-ന്റെ 7% എത്ര? 1,400. ഇവിടെ നമുക്ക് 5,000, അതായത് ബോൺസ് നമുക്ക് ഇവിടെ വരുന്നത് 5,000. അങ്ങനെ ഏകദേശം നമുക്ക് 6,400 രൂപ നമ്മളുടെ വരുമാനമായി. അതുപോലെ 89,000 തൊട്ട് 2,00,000 ആ ഒരു റേറ്റിലാണ് നമ്മൾ ഇപ്പൊ ഇതെന്താണ് ഇങ്ങനെ 89,000 ഇങ്ങനെയുള്ള എന്ന് പറയുമ്പോൾ പല റേറ്റിലുള്ള പെയിന്റുകളായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ഇങ്ങനെ ഒരു കണക്ക് വന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഒരു 89,000 തൊട്ട് 2,00,000 വരുമ്പോൾ നമുക്ക് ഏകദേശം പോയിന്റ് സ്ലാബ് വരുന്നത് 40,000 ആണ്. ആ 40,000-ന്റെ 9.5% ആണ് സ്ലാബ് റേറ്റ് വരുന്നത്. സ്ലാബ് ഇൻസെന്റീവ് നമുക്ക് വരുന്നത് 3,800. അപ്പൊ ഏകദേശം ഒരു 10,000 രൂപയാണ് നമുക്ക് 25% അതിന്റെ ബോണസ് കണക്കാക്കുമ്പോൾ. ടോട്ടൽ നമ്മൾക്ക് വരുന്ന ഒരു ഇൻകം 13,800. ഇനി അടുത്തതാണ് നമുക്ക് 1,50,000 1,56,000. ഇത് 1,56,000-നും അതുപോലെ നമുക്ക് 3,50,000-നും ഇടയിൽ വരുമ്പോൾ ഇതിന്റെ പോയിന്റ് സ്ലാബ് വരുന്നത് 70,000 ആണ്. 70,000-ന് എത്രയാണ്? 12%. ഇവിടെ കണക്കാക്കുമ്പോൾ നമ്മൾക്ക് സ്ലാബ് ഇൻസെന്റീവ് വരുന്നത് 8,400 രൂപയാണ്. അപ്പൊ 17,600 രൂപ നമ്മൾക്ക് 25% ആയിട്ട് ഇവിടെ കണക്കാക്കുന്നുണ്ട്. അങ്ങനെ 25,900 രൂപ നമ്മളുടെ കൈകളിൽ എത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അടുത്ത ഒരു എന്ന് പറയുന്നത് 2,56,000. അതുപോലെ തന്നെ 5,75,000-ന്റെ ആ ഒരു പെയിന്റ് റേഞ്ചിലാണ് എടുക്കുന്നത് എങ്കിൽ നമുക്ക് 1,15,000 നമുക്ക് പോയിന്റ് സ്ലാബ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 14.5 ആണ് അതിന്റെ സ്ലാബ് റേറ്റ് വരുന്നത്. ഇവിടെ നമ്മൾക്ക് എത്രയാണ്? 16,675 രൂപ ഇതിന്റെ ഇൻസെന്റീവ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 25%, അതിൽ കൂടെ നമുക്ക് 25% നമ്മളുടെ ബോണസ് ആയിട്ട് കണക്കാക്കുമ്പോൾ ഇവിടെ വരുന്നത് 28,750 രൂപയാണ്. അങ്ങനെ ടോട്ടൽ ഇൻകം എത്രയാണ്? 45,425 രൂപ നമ്മുടെ കയ്യിൽ കിട്ടും. അതുപോലെ തന്നെയാണ് 3,78,000, അതുപോലെ തന്നെ 3,78,000, അതുപോലെ തന്നെ 8,50,000-ന്റെ ആ ഒരു റേഞ്ചിലാണ് എടുക്കുന്നതെങ്കിൽ 1,70,000 അതായത് പോയിന്റ് സ്ലാബ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ 17% നമ്മൾക്ക് എന്താണ് സ്ലാബ് റേറ്റ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ആ സ്ലാബ് ഇൻസെന്റീവ് കിട്ടുന്നത് 28,900 ആണ്. അതിന്റെ 25% എക്സ്ട്രാ ബോണസ് നമുക്ക് കണക്കാക്കുമ്പോൾ 42,500 രൂപ
നമ്മുടെ കയ്യിൽ ഒന്ന് ചിന്തിച്ചു നോക്കാം, 71,400 രൂപ നമ്മുടെ കയ്യിൽ കിട്ടി. അതുപോലെ തന്നെ 3,78,000, അതുപോലെ 13 ലക്ഷത്തിന്റെ ആ ഒരു പെയിന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2,60,000 പോയിന്റ് സ്ലാബ് നമുക്ക് കിട്ടി. ഇവിടെ നമുക്ക് 19% നമുക്ക് അതിന്റെ സ്ലാബ് റൈറ്റ് വന്നു. അതുകൊണ്ട് തന്നെ സ്ലാബ് ഇൻസെന്റീവ് നമുക്ക് 50,700 രൂപ. സ്ലാബ് ഇൻസെന്റീവ് നമുക്ക് 50,700 രൂപ. അതിന്റെ 25% ബോൺസ് കണക്കാക്കുമ്പോൾ 65,000 രൂപ. 1,15,700 രൂപ നമ്മുടെ കയ്യിൽ വന്നു. അതുപോലെ തന്നെ 7,78,000, അതുപോലെ 1,17,50,000 പെയിന്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3.5 ലക്ഷമാണ് നമുക്ക് പോയിന്റ് സ്ലാബ് വരുന്നത്. സ്ലാബ് റൈറ്റ് നമുക്ക് വരുന്നത് 22%. അതുപോലെ തന്നെ സ്ലാബ് ഇൻസെന്റീവ് നമുക്ക് വരുന്നത് 77,000. 25% അതിന്റെ ഒരു എക്സ്ട്രാ ബോൺസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോ എത്രയാണ്? നമുക്ക് 87,500 രൂപ. ടോട്ടൽ ഇൻകം നമുക്ക് കിട്ടുന്നത് 1,64,500 രൂപ. ഈ ഒരു കണക്ക് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നാള് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, ഇത്രയും നാള് നമ്മൾ പെയിന്റേഴ്സ് അല്ലെ, പെയിന്റർമാരും കോൺട്രാക്ടർമാരൊക്കെ പുറമേയുള്ള പെയിന്റുകളൊക്കെ എടുത്ത് അവര് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തിൽ എന്താണ് അവര് നേടിയിരിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവര് അതിനുള്ളൊരു ആൻസർ നമുക്ക് തരും. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ലാബ് അടിസ്ഥാനത്തിൽ നമ്മൾക്ക് കോൺട്രാക്ടേഴ്സ് ആയിക്കോട്ടെ, അതോടെ പെയിന്റേഴ്സ് ആയിക്കോട്ടെ, ഇപ്പൊ നമ്മളുടെ ഐഡിയയിലാണ് അടിക്കുന്നതെങ്കിലും നമ്മൾക്കൊക്കെ കിട്ടുന്ന വരുമാനം ഇതിനും അപ്പുറത്താണ് നമ്മളുടെ ടീം ബിൽഡിങ്ങിൽ കൂടെ നമ്മൾക്ക് കിട്ടുന്ന വരുമാനം. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കാം, ഈ ഒരു ഒബീറ എന്നൊരു സെഗ്മെന്റിൽ കൂടെ എത്ര കണ്ട് നമ്മൾക്ക് ഇവിടെ വരുമാനങ്ങൾ കിട്ടുന്നുണ്ടെന്നുള്ളത്, എത്ര സാധ്യതകളാണ് നമ്മൾക്ക് ഇവിടെ ഉള്ളത്. അപ്പോ ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഒരു പ്രത്യേകം അവസരങ്ങൾ ഒന്നിലധികം തവണ നിങ്ങളുടെ വാതിലിൽ വന്ന് മുട്ടുമെന്ന് വിശ്വസിക്കരുത് അല്ലെ. അവസരങ്ങൾ നമ്മൾക്ക് ഒരേ ഒരു തവണയുള്ളൂ. ആ ഒരു അവസരത്തിലാണ് നമ്മൾ ഇന്ന് എല്ലാവരും എത്തിപ്പെട്ടിരിക്കുന്നത്, ഈ ഒരു ആസ്യം എന്നൊരു നന്മ നിറഞ്ഞ പ്രസ്ഥാനത്തിൽ. താങ്ക് യു. ഈ ഒരു നന്മ നിറഞ്ഞ ഒരു പ്രസ്ഥാനത്തിൽ എത്തിയതിനാണ് ഞാനിപ്പോ ഒരു താങ്ക് യു പറഞ്ഞത്. അത്രയധികം ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം നമ്മളുടെ മുന്നിൽ ഉണ്ടായിട്ടും എന്തേ നമ്മൾ ഇതുവരെ അതിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാതിരുന്നത്? പെയിന്റേഴ്സിന്റെ അടുത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ സംസാരിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ചോദിച്ചു, പുറമെയുള്ള ഒരു പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്രയും നാള് നിങ്ങളുടെ ജീവിതത്തില്, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും നല്ലൊരു മേഖല അല്ലെ, ഈ ഒരു ഒബീറ പെയിന്റിന് ഇത്രയും വലിയൊരു വരുമാനത്തിന്റെ ഒരു സാധ്യത നമ്മുടെ കൈകളിൽ കിട്ടിയിട്ടും നമ്മൾ എന്തേ അത് അറിയാതെ പോകുന്നത്? പെയിന്റേഴ്സിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾ പുറമെയുള്ള ഒരു പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതുവരെ ജീവിതത്തിൽ എന്ത് നേടാൻ പറ്റി? അവര് ഓപ്പൺ ആയിട്ട് എന്നോട് പറഞ്ഞു, പ്രത്യേകിച്ച് ഒന്നും നേടാൻ പറ്റിയില്ല, ഒന്നുമില്ല എന്ന് ജീവിതത്തില്. കൃത്യമായ രീതിയിൽ നമ്മൾ ഈ ഒബീറ പെയിന്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടനവധി പെയിന്റേഴ്സുകളും കോൺട്രാക്ടർമാരും നമ്മളുടെ ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ അവരെ കണ്ടെത്താം. നമ്മളെ ഇത് പഠിച്ചിട്ടുള്ളൂ, നമ്മൾ അവരിലേക്ക് ഇറങ്ങി ചെല്ലാം, അവരോട് ഇത് കൃത്യമായ രീതിയിൽ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കാം, അവർക്ക് വരുന്ന ഭവിഷ്യത്തുകള് അല്ലെ. അതേസമയം അവര് ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ജോലി ചെയ്യുന്നു, എന്തിനോ വേണ്ടി പണിയെടുക്കുന്നു. പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ അവർക്ക് അസുഖം മാത്രം അവരുടെ കൈകളിലുണ്ട്, യാതൊരു വിധത്തിലുള്ള ലാഭമോ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു സെക്യൂരിറ്റിയോ അവർക്കില്ല. അതേസമയം നമ്മുടെ യാസ്യം എന്നൊരു പ്രസ്ഥാനത്തിൽ കൂടെ നമ്മുടെ ഒബീറ പെയിന്റ് ആണ് അവരെടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പൊ 6 മാസം എന്താണ് വർഷക്കാലം, 6 മാസം വേനൽക്കാലമാണ്. ഈ 6 മാസം വർഷക്കാലായാലും ഈ ആർസിഎമ്മിന് ഒരു കൺസ്യൂമർ കാർഡ് എടുത്തിട്ടാണ് അവർ ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഈ ഒരു വരുമാനത്തിന് എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടോ? നമുക്കിവിടെ ഒബീറ പെയിന്റ് മാത്രമല്ലല്ലോ, എത്ര ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ നമ്മൾക്കുണ്ട്. അപ്പൊ നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കാനും ഒരേ പെയിന്റേഴ്സിനെയും അവരുടെ ഒരേ കുടുംബാംഗങ്ങളെയും നമ്മൾക്ക് കര പിടിച്ച്, അതായത് അവരുടെ കൈകൾ പിടിച്ച് നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അത് നമ്മൾ ഓരോരുത്തർക്കാണ് അത് സാധിക്കുള്ളൂ. കാരണം നമ്മളാണ് ഒബീറ പെയിന്റിനെ കുറിച്ച് പഠിക്കാൻ എത്തിയിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾക്ക് മാത്രമാണ് അതിന് കഴിയുള്ളൂ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കി എടുക്കണം. നമ്മൾ പിന്നോക്കം മാറിയിരിക്കേണ്ട. എനിക്ക് ഇങ്ങനെ ഒരു സെഗ്മെന്റിനെ കുറിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് ഒട്ടും ഈ ഒരു പെയിന്റിനെ കുറിച്ചിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഉള്ളിലെ ആഗ്രഹമുണ്ട് എല്ലാ സെഗ്മെന്റും പഠിക്കണം എന്നുള്ളത്. പക്ഷെ
അതിലേക്കൊന്നും എത്തിപ്പെട്ടിരുന്നില്ല. പക്ഷെ നമ്മുടെ ഗ്രേറ്റ് ഗുരുനാഥനായിട്ടുള്ള ഡോക്ടർ രാജൻ സാറ് ആദ്യമായി എന്നെ വിളിച്ച് ഒരു പെയിന്റിന്റെ ക്ലാസ് കൊടുക്കുമെന്ന് ചോദിച്ച സമയത്ത് ശരിക്കും എനിക്കൊരു എന്താ പറയാ വല്ലാത്തൊരു ആന്തല് ഒരു എന്താ പറയാ വയറ് കത്തി. കാരണം പെയിന്റിനെ കുറിച്ച് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷെ സാറിനോട് ഞാൻ അടുത്ത നിമിഷം പറഞ്ഞു, സാർ ഞാൻ ഏറ്റെടുക്കാം, ഞാൻ പഠിക്കാമെന്ന്. ഞാനത് പഠിച്ചു. എറണാകുളത്ത് ഒരു പെയിന്റിന്റെ ക്ലാസ് കൊടുത്തു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാനുണ്ട്, പഠിക്കാനുണ്ട്. എന്നാൽ എന്നിലുള്ള അറിവ് വെച്ച്, ആ പഠിച്ച അറിവ് വെച്ച് ഞാൻ അവിടെ ഒരു ക്ലാസ് കൊടുത്തപ്പോ കുഴപ്പമില്ല, എന്റെ ഒരു കോൺഫിഡൻസ് വർദ്ധിച്ചു. വീണ്ടും 2 സ്ഥലങ്ങളിൽ ഞാൻ ആ ഒരു പെയിന്റിന്റെ ക്ലാസ് കൊടുത്തപ്പോ പറയുന്ന വ്യക്തമായ രീതിയിൽ പെയിന്റേഴ്സുകൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞ് അവരോട് ഓരോ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോ അവർ പറഞ്ഞു, ഞങ്ങൾ എന്തായാലും തീർച്ചയായും നമ്മളൊരു കൺസ്യൂമർ കാർഡ് ഞങ്ങൾ എടുക്കാം, നമ്മൾ ഈ ഒരു പെയിന്റ് നമ്മൾ മേടിച്ച് ഉപയോഗിക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ബാക്കിയുള്ള ഉൽപ്പന്നങ്ങളുടെ നമ്മുടെ ഒരു കുടുംബത്തിന്റെ ആശയ നന്മ നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഇത് നമ്മൾക്കേ അറിയൂ. ഇത് കൃത്യമായ രീതിയിൽ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പെയിന്റേഴ്സ് നോ എന്നൊരു വാക്ക് പറയില്ല. കാരണം അവർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പെയിന്റേഴ്സുകൾ ഉണ്ട്, 20 വർഷം 30 വർഷമൊക്കെ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. കുറെ പേര് മസിൽ പിടിച്ചിരിക്കും. പക്ഷെ കുറച്ച് ആളുകളോട് ഞാൻ സംസാരിച്ച് കിട്ടിയപ്പോ എനിക്ക് കിട്ടിയ ഒരു റിസൾട്ട് ആണ് ഞാൻ പറയുന്നത്. അവർക്കിത് അത്യാവശ്യമാണെന്നുള്ളത് അവര് തന്നെ പറഞ്ഞു. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് അവർക്ക് കൊടുത്തത് കൊണ്ടല്ലേ അവർ അത്യാവശ്യമാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മളെല്ലാവരും മാറി നിൽക്കാതെ നമ്മുടെ ലീഡേഴ്സ് എന്താണോ നമ്മളുടെ ചുമതലപ്പെടുത്തുന്നത് അത് ധൈര്യസമേതം നമ്മൾ ഏറ്റെടുക്കുക. നമ്മൾ എന്തുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് ഒന്നും പ്രൊമോട്ട് ചെയ്യാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് നോളജ് ഇല്ല. പ്രൊഡക്റ്റ് നോളജ് ഇല്ലെങ്കിൽ നമുക്ക് ഫീൽഡിൽ ഇറങ്ങാൻ സാധിക്കില്ല, നമുക്ക് ധൈര്യം ഇല്ല, ആരോടും പ്രൊഡക്റ്റ് പറയാൻ ഒരു കോൺഫിഡൻസ് നമുക്കില്ല. ഈ ഒരു കോൺഫിഡൻസ് നമ്മൾ ഏറ്റെടുക്കുക. കാരണം നമ്മൾ പഠിക്കാൻ തയ്യാറാവാം. ആസിം എന്നൊരു പ്രസ്ഥാനത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും എത്തിയിരിക്കുന്നത്. വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിവ് കൂടിയേ തീരൂ. ആ ഒരേ സെഗ്മെന്റുകളെ കുറിച്ചിട്ടുള്ള അറിവുകൾ നമ്മൾ നേടിയെടുക്കുക. ആ നേടിയെടുത്തു കഴിഞ്ഞാൽ അറിവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലേക്ക് ഫീൽഡിലേക്ക് ഇറങ്ങാനും നമ്മുടെ ഉൽപ്പന്നങ്ങൾ പെയിന്റ് ആയിക്കോട്ടെ ബാക്കിയുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും. വളരെയധികം റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ എവിടെ കൊണ്ടുപോയി എങ്ങനെയാണോ നമുക്കത് സാക്ഷാത്കരിക്കാൻ പറ്റുക എന്ന് ഇന്ന് ആശ്രമത്തിൽ മെമ്പർഷിപ്പ് എടുത്ത ഐഡിയ ഉള്ള ആളുകൾ പോലും ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വലിയൊരു സുവർണ അവസരം നമ്മുടെ മുന്നിലുണ്ട്, നമ്മൾ അതിലേക്ക് എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും വളരെ നല്ല രീതിയിൽ നമ്മുടെ ഒവീറ എന്നൊരു പെയിന്റിനെ കുറിച്ച് വളരെ വ്യക്തമായി നമ്മൾ പഠിക്കുക. ഇനിയും എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇപ്പൊ എന്താണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാനും പഠിച്ചിട്ടുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. പഠിച്ച് നല്ലൊരു എന്താ പറയാ പെയിന്റിന്റെ തന്നെ നല്ലൊരു ട്രെയിനറായി ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ പെയിന്റ് മറ്റുള്ളവർക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അതിൽ കൂടെ നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സാധിക്കട്ടെ. അവരവരുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച രീതിയിലുള്ള എല്ലാ സ്വപ്നങ്ങളും നമ്മുടെ ഈ ആസിം എന്നൊരു പ്രസ്ഥാനത്തിൽ കൂടെ നിറവേറ്റാനായിട്ട് സാധിക്കട്ടെ. അതുപോലെ എനിക്ക് ഇന്ന് ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്ന എന്റെ എല്ലാ ഗ്രേറ്റ് ഗുരുക്കന്മാർക്കും, സഫിയർ മൂർത്തി സാർ, അഖില മാം, നമ്മുടെ റൂബി, ഗിരീഷ് സാർ, ജിഷ മാം, അതേപോലെ തന്നെ എന്നെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന എമറാൾഡ് ബിജു സാർ, കുമിഴി ഞമ്മക്കലിന്റെ ഗ്രേറ്റ് ലീഡർ സജീവ് കുമാർ സാർ, എന്നെ ഇതിലേക്ക് പ്രാപ്തമാക്കിയ എന്റെ ഗ്രേറ്റ് ഗുരുനാഥനായിട്ട് ഡോക്ടർ രാജൻ സാർ, എല്ലാവർക്കും ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്നിട്ട് ഞാൻ നന്ദി പറയാണ് ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിന്. താങ്ക് യു ഓൾ ലീഡേഴ്സ്. JRCM.